Evening. Welcome to IFR Education. Welcome to IFR webinar on set. Okay. ഞാൻ പറയുന്നത് ക്ലിയർ ആണെന്ന് കരുതുന്നു. ചാറ്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് പറയണേ. ഓഡിബിൾ. ഓക്കെ. ഗുഡ് ഈവനിങ്. യെസ്. ഓക്കെ. താങ്ക് യു സൗമ്യ. താങ്ക് യു. സോ ബേസിക്കലി നമ്മൾ ഇന്ന് IFRന്റെ ഒരു സെറ്റ് ഓറിയൻറ്റേഷൻ, ഓക്കെ, സെറ്റ് എന്നുള്ളതിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയുമായിരിക്കും. ഓക്കെ, കൂടുതലായിട്ട് സെറ്റിനെ കുറിച്ച് സെറ്റിൻ്റെ എക്സ്പേർട്ട് ആയിട്ടുള്ള തന്നെ സിരാജ് സാറും ഒക്കെ ഇതിന് ശേഷം സംസാരിക്കുന്നതായിരിക്കും. സോ ആസ് എ ഫസ്റ്റ് ആസ്പെക്റ്റിൽ എനിക്ക് പറയാനുള്ളത്, മേ ബി നിങ്ങളുടെ പലരും IFRനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. അപ്പം IFR സെറ്റ് എന്നുള്ള ഒരു ആസ്പെക്റ്റിലേക്കുള്ള അല്ലെങ്കിൽ ഒരു എക്സാം പ്രിപ്പറേഷൻ ആസ്പെക്റ്റിലേക്കുള്ള ഇനീഷ്യലായിട്ടുള്ള വളരെ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളോട് പറയണമെന്ന് ആഗ്രഹിക്കുന്നത്. ഇതിൽ ആദ്യത്തെ ഒരു ആസ്പെക്റ്റ്, ക്രിയേറ്റിംഗ് എ ഹാപ്പി ലേണിംഗ് ഇക്കോ സിസ്റ്റം. പഠിക്കുക എന്നുള്ളത് ഒരു എക്സൈറ്റ്മെൻ്റ് ആക്കുക, ജോയ്ഫുൾ ആവുക എന്നുള്ളൊരു ഒരു 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 എക്സ് ഒരു വിഷനോട് കൂടിയിട്ടാണ് IFR എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആസ് ഓഫ് നോ കേരളത്തിൽ തന്നെ ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിൽ ഏറ്റവും കൂടുതൽ റിസൾട്ടുകൾ ഉണ്ടാക്കുന്ന, ഏറ്റവും കൂടുതൽ നല്ല ക്ലാസ്സുകൾ, ഓക്കെ, ഇന്നോവേറ്റീവ് ഐഡിയാസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് IFR എന്ന് പറയുന്നത്. UGC നെറ്റ് പോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ IFR ഓൾറെഡി കേട്ടിട്ടുണ്ടാവും. സോ ബേസിക്കലി അപ്പം ആ ഒരു ആസ്പെക്റ്റിൽ നമ്മൾ നമ്മുടെ അടുത്ത വേർഷൻ എന്നുള്ള രീതിയിൽ ഒരു അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മളൊരു സെറ്റ് ലെവലിലേക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. സോ ബേസിക്കലി IFറിൻ്റെ തുടക്കം തൊട്ട് തന്നെ IFR വിശ്വസിച്ചിട്ടുള്ള, IFR മനസ്സിലാക്കിയിട്ടുള്ള 2-3 കാര്യങ്ങളുണ്ട് റിഗാർഡിങ് എക്സാം പ്രിപ്പറേഷൻ. ഒന്ന്, ഇന്ന് നമ്മളുള്ളത് ടെക്നോളജി ഡ്രിവൺ വേൾഡാണ്. ടെക്നോളജി ഡ്രിവൺ വേൾഡ് ആണ് എന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മളിപ്പോൾ ChatGPT ആണ്. ഫ്യൂച്ചറിൽ ഇനി മാറിയേക്കാം. പല പല വ്യത്യസ്ത മോഡുകളിൽ AI ടൂളുകൾ വന്നേക്കാം. അപ്പം മുമ്പുള്ളതിൽ നിന്ന്, ഒരു 10 കൊല്ലം മുമ്പുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്ത് പഠിക്കണം, അല്ലെങ്കിൽ എങ്ങനെയാണ് റിസോഴ്സുകൾ കിട്ടുക എന്നുള്ളതിനെക്കുറിച്ച് ഇന്നത്തെ ആളുകൾക്ക് വലിയ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഇപ്പം നിങ്ങൾക്ക് തന്നെ സെറ്റുമായി ബന്ധപ്പെട്ടിട്ടോ ഏതൊരു എക്സാമുമായി ബന്ധപ്പെട്ടിട്ടോ ഏത് ടോപ്പിക്കുകളും നിങ്ങൾ യൂട്യൂബിലൊക്കെ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഏറ്റവും നല്ല ക്ലാസ്സുകൾ, ഓക്കെ, നല്ല ക്ലാസ്സുകൾ തന്നെ ഞാൻ പറയും, യൂട്യൂബിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് പ്രിപ്പറേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ പറയല്ലോ ഓവർ റിസോഴ്സസ്, ഓക്കെ, ഓവർ റിസോഴ്സസ് വിത്തൗട്ട് മച്ച് എക്സ്റ്റൻഷൻ ഓഫ് ഹ്യൂമൻ ക്യാപ്പബിലിറ്റി. അതായത് നിങ്ങൾ സെറ്റ് പ്രിപ്പറേഷൻ മെറ്റീരിയൽ എന്നോ ക്ലാസ് വർക്ക് സെറ്റ് എന്നോ യൂട്യൂബിൽ അടിച്ചു കൊടുത്താൽ കിട്ടുന്ന റിസൾട്ടുകൾ ഒരു പക്ഷേ നമുക്ക് ഒരു 10 കൊല്ലം കൊണ്ട് പോലും ചിലപ്പം കണ്ടാൽ തീരാത്ര ഉണ്ടായിരിക്കാം. പക്ഷെ അതേസമയം മനുഷ്യൻ്റെ ടെക്നോളജി ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യുന്ന സമയത്ത്, കോണ്ടന്റുകൾ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യുന്ന സമയത്ത്, റിസോഴ്സുകൾ നമുക്ക് ഒരുപാട് ഉണ്ടാവുന്ന ഈ സമയത്തും ഒരിക്കലും വാട്ട് വി കൻ സേ ഇസ് ദാറ്റ് മനുഷ്യന്മാരുടെ കപ്പാസിറ്റി കൂടുന്നില്ല. നമുക്ക് മുമ്പ് 2 മണിക്കൂറോ 3 മണിക്കൂറോ ആയിരുന്നു, അല്ലെങ്കിൽ 10 മണിക്കൂർ പഠിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്നും അത്ര തന്നെയുള്ളൂ. പക്ഷേ ഇന്നത്തെ കാലത്ത് നമ്മുടെയൊക്കെ പഠനം കൂടുതലും ഡിജിറ്റലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ, ഡിസ്ട്രാക്ഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മീഡിയവും ഡിജിറ്റലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് മുമ്പുള്ള അത്രയും പ്രൊഡക്റ്റീവ് ലേണിംഗ് ടൈം ഇന്നുള്ള കാലത്ത് ഇല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ IFR വിശ്വസിക്കുന്നത്, IFR വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. മനുഷ്യന്മാരുടെ വാട്ട് വി കൻ സേ ലിമിറ്റേഷൻസ് നമുക്കൊക്കെ ഉണ്ട്. ഐ മീൻ ടൈം ലിമിറ്റേഷൻസ് കമ്പയർ ടു AI ആൻഡ് ടെക്നോളജി. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഇന്നത്തെ കാലത്ത് വാട്ട് ടു സ്റ്റഡി എന്നുള്ളതിനേക്കാളേറെ വാട്ട് നോട്ട് ടു സ്റ്റഡി, ഓക്കെ, എന്തൊക്കെയാണ് പഠിക്കേണ്ടതില്ലാത്തത്, പഠിക്കേണ്ടത്. ഇന്നത്തെ കാലത്ത് ഞാൻ പറയും, ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കില്ലുകളിലൊന്ന്, ഒരു വിദ്യാർത്ഥി എന്നുള്ളതല്ല, ഏതൊരാളെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കില്ലുകളിലൊന്ന് മുമ്പുള്ളതിനേക്കാളേറെ നോളേജ് എന്നുള്ളതിനേക്കാളേറെ പ്രിയോറിറ്റൈസേഷൻ സ്കില്ലാണെന്ന് പറയാൻ പറ്റും. പ്രിയോറിറ്റൈസേഷൻ സ്കിൽ എന്ന് പറഞ്ഞാൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സുകൾ. ഇപ്പോൾ നിങ്ങളൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏതാണ്, അടുത്ത ഇമ്പോർട്ടൻ്റ് ഏതാണ്, ദെൻ ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ഏതാണ് എന്നുള്ളത് നമുക്ക് പ്രോപ്പറായിട്ട് പ്രിയോറിറ്റൈസ് ചെയ്യാൻ പറ്റുക, നമുക്ക് പ്രോപ്പറായിട്ട് നമുക്കത് അറേഞ്ച് ചെയ്യാൻ പറ്റുക, അതിനനുസരിച്ച് ആക്ഷൻ എടുക്കാൻ പറ്റുക എന്നുള്ളതാണ് ഇന്നുള്ള കാലത്തെ ഒരു വിദ്യാർത്ഥിയുടെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സ്കില്ല്. അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യണം. ഓക്കെ, ഏറ്റവും ഏത് ആസ്പെക്റ്റ് ആണെങ്കിലും ഏറ്റവും ക്രക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റണം, ഏറ്റവും പ്രിയോറിറ്റൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, പ്രിയോറിറ്റൈസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ പറഞ്ഞു കൊടുക്കാൻ പറ്റണം, ഒരു മനുഷ്യന് പോസിബിൾ ആയിട്ടുള്ള രീതിയിലുള്ള കോണ്ടന്റുകൾ കൊടുക്കാൻ പറ്റണം, അവൈലബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ഏറ്റവും ലേറ്റസ്റ്റ് പാറ്റേണുകൾക്ക് അനുസരിച്ച് മാറ്റങ്ങൾ വരുത്താൻ പറ്റണം എന്നുള്ള രീതിയിലാണ് IFRൻ്റെ എല്ലാ കോഴ്സുകളാണെങ്കിലും എല്ലാ ആസ്പെക്റ്റുകളാണെങ്കിലും IFR വർക്കൗട്ട് ചെയ്യുന്നത്. രണ്ടാമത്തെ IFRൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റുകളൊന്നാണ്, 3 കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റുകളാണ് കൂടുതൽ ആളുകൾ, നമുക്കറിയാം ഏതൊരു എക്സാമിനും കൂടുതൽ ആളുകൾക്ക് റിസോഴ്സുകളുണ്ട്, കൂടുതൽ ആളുകൾ കോച്ചിങ്ങിന് പോകുന്നുണ്ട്, കൂടുതൽ ആളുകൾ എസ്പെഷ്യലി ഓൺലൈൻ കോച്ചിങ്ങുകൾ ഉള്ളത് കൊണ്ട് ഒരുപാട് ആളുകൾ പോകുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ആളുകൾ ക്വാളിഫൈ ചെയ്യുന്ന, അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ പഠിക്കുന്ന ഒരു എക്സാമിന് നമ്മൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ, നമ്മൾ ക്വാളിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരെക്കാളേറെ
കൂടുതലായിട്ട് അടിപൊളിയായിട്ട് നമ്മൾ പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവരെക്കാളേറെ നല്ല രീതിയിൽ നമ്മൾ പഠിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അവരെക്കാളേറെ ഇപ്പം എന്നോട് പലരും ചോദിക്കാറുണ്ട്, ഇപ്പോൾ 10% ആളുകൾ ക്വാളിഫൈ ചെയ്യുന്ന എക്സാമിന് ക്വാളിഫൈ ചെയ്യാനുള്ള ഒരു മെത്തേഡ് എന്താണെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, ഏറ്റവും കൂടുതൽ പഠിക്കുന്ന 10%-ൽ ഒരാളാവുക. ദാറ്റ്സ് എ സിമ്പിൾ സൊല്യൂഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ മുമ്പുള്ളതിനേക്കാളേറെ പഠിക്കേണ്ട ഒരു ആവശ്യം വരുന്നു. കാരണം മുമ്പുള്ളതിനേക്കാളേറെ ആളുകൾക്ക് പഠിക്കാനുള്ള സോഴ്സുകളുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് പഠിക്കാൻ പറ്റുക തീർച്ചയായിട്ടും നമ്മുടെ ഒരു പഠനം എന്നുള്ളത് ഒരു എക്സൈറ്റിംഗ്, ഒരു ജോയ്ഫുൾ എക്സ്പീരിയൻസ് ആക്കുകയാണെങ്കിൽ മാത്രമാണ്. അപ്പോൾ ഇഫ് രണ്ടാമതായിട്ട് ചെയ്യുന്നത് ലേണിംഗ് ഒരു എക്സൈറ്റിംഗ് പ്രോസസ്സ് ആക്കുക, ജോയ്ഫുൾ പ്രോസസ്സ് ആക്കുക. അതിന് വേണ്ടിയിട്ട് ഇഫ് റിമോട്ടൊക്കെ നമ്മുടെ ലേണിംഗ് സിസ്റ്റം എന്നുള്ള സിസ്റ്റം ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ദാറ്റ്സ് ഓൺലി സൊല്യൂഷൻ. ഇഫിൻ്റെ വിഷൻ തന്നെ ക്രിയേറ്റിംഗ് എ ഹാപ്പി ലേണിംഗ് ഇക്കോസിസ്റ്റം എന്നുള്ളതാണ്. മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ് ഒരു അൺഎംപ്ലോയ്മെന്റ് ക്രൈസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇഫർ വിശ്വസിക്കുന്നത് കേവലം ഒരാളെ ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതിനപ്പുറത്തേക്ക് അവരുടെ ഫർദർ അപ്സ്കില്ലിങ്ങിന് ഹെൽപ്പ് ചെയ്യുക, അവരുടെ ഫർദർ ഗൈഡൻസിന് ഹെൽപ്പ് ചെയ്യുക, അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുമായിട്ടുള്ള ഒരു കണക്ഷന് ഹെൽപ്പ് ചെയ്യുക, പ്ലേസ്മെന്റ് അസിസ്റ്റൻസുകൾ കൊടുക്കുക, ഇങ്ങനെയുള്ള പല പല ആസ്പെക്റ്റുകളും ഇഫർ അതായത് ഇമ്പാക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതിലാണ് ഇമ്പോർട്ടൻറ്റ്, റാദർ ദൻ ജസ്റ്റ് ക്വാളിഫൈങ് ദ എക്സാംസ് എന്നുള്ളത്. അപ്പോൾ കൂടുതലായിട്ട് ഐഫറിൻ്റെ പുതിയ പ്രൊജക്റ്റുകളാണെങ്കിലും പുതിയ പ്രോഗ്രാമുകളാണെങ്കിലും ഒക്കെ നമുക്ക് മനസ്സിലാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ അതിലൊക്കെ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് എയ്ഫറേറ്റ്സിന് തന്നെയാണ്, എയ്ഫറിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾക്ക് തന്നെയാണ്. ഒരു ലാർജ് നമ്പർ ഓഫ് ആളുകൾക്ക് നമുക്ക് ജോബ് കൊടുക്കാനും പറ്റിയിട്ടുണ്ട്. ബിക്കോസ് പഠിക്കാൻ ഇപ്പോൾ പല ആളുകൾക്കും ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ക്ലാരിറ്റികളും നമ്മൾ കൊടുക്കുന്നുണ്ട്. കരിയർ എക്സ്പാൻഷൻ ആണെങ്കിലും കരിയർ ഗ്രോത്ത് ആണെങ്കിലും ബാക്കിയുള്ള ഫ്യൂച്ചർ കോഴ്സുകളാണെങ്കിലും കാര്യങ്ങളാണെങ്കിലും ഒക്കെ. അപ്പോൾ ഈ 3 ലെവലുകളിലാണ് എയ്ഫർ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യപ്പെടുന്നത്. മാറിക്കൊണ്ടിരിക്കുന്ന കാലത്ത് എന്ത് പഠിക്കണമെന്ന് പ്രോപ്പറായിട്ട് ക്ലാരിറ്റി കൊടുക്കുക, പ്രയോറിറ്റൈസ് ചെയ്യാനുള്ള ഒരു ക്ലാരിറ്റി കൊടുക്കുക, അതിനുള്ള ഒരു ഐഡിയ കൊടുക്കുക, ഏറ്റവും ബെസ്റ്റായി ഡിജിറ്റൽ എങ്ങനെ യൂസ് ചെയ്യണമെന്നുള്ള ഒരു ആസ്പെക്റ്റിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുക, പഠനം ഒരു ജോയ്ഫുൾ എക്സ്പീരിയൻസ് ആവുക. ഓക്കെ, അതുപോലെ തന്നെ ഫൈനലി പോസ്റ്റ് നിങ്ങൾ ക്വാളിഫൈ ചെയ്തതിന് ശേഷം വാട്ട് നെക്സ്റ്റ്, അടുത്തതായിട്ട് നിങ്ങൾക്ക് എന്താണ് ചെയ്യാനുള്ളത്, ഓക്കെ ഇനി നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. സോ ഇതെല്ലാം നമ്മുടെ എല്ലാ കോഴ്സുകളിലും സംഭവങ്ങളിലും എല്ലാം അവൈലബിൾ ആണ്. നിങ്ങൾക്കത് റെഡി മനസ്സിലാവും വരും ദിവസങ്ങളിൽ. അപ്പം ഇത്ര കാലത്ത് നെറ്റിലെയും ബാക്കിയുള്ളതിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നമ്മൾ വെൽ ഡ്രിവൺ ആയിട്ടില്ല. എന്തുകൊണ്ടാണ് നമ്മൾ ആദ്യം നെറ്റിൽ തുടങ്ങിയതെന്ന് ചോദിച്ചാൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഹയർ എഡ്യൂക്കേഷനിൽ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റണം. എന്നിട്ട് നമുക്കതിൽ വെൽ ഡിഫൈൻഡ് സിസ്റ്റം ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ള എക്സാമുകളിലേക്ക് സെറ്റ് ആണെങ്കിലും കേട്ടറ്റ് ആണെങ്കിലും ഇനി PSC HSST HSA പോലെയുള്ള ഫ്യൂച്ചർ എക്സാമുകളാണെങ്കിലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പം വൺസ് അഗെയിൻ എല്ലാവരെയും എയ്ഫർ എഡ്യൂക്കേഷനിലേക്ക് വെൽക്കം ചെയ്യുകയാണ്. എയ്ഫറിൻ്റെ സെറ്റ് പ്രോഗ്രാമിലേക്ക് വെൽക്കം ചെയ്യുകയാണ്. പ്രോഗ്രാമിനെ കുറിച്ചൊക്കെ കൂടുതൽ ബിയോണ്ട് സെറ്റ് പറഞ്ഞതിന് ശേഷം സിറാജ് സാറൊക്കെ പറയുന്നതായിരിക്കും. അപ്പം ഏതായാലും മേക്ക് ഷുവർ ഇന്നത്തെ കാലത്ത് ഹൈലി കോണ്ടന്റ് ഡ്രിവൺ കാലത്ത് പ്രോപ്പറായിട്ട് പ്രയോറിറ്റൈസ് ചെയ്യപ്പെടുന്നു എന്നുള്ളതും എന്താണ് പഠിക്കേണ്ടതില്ലാത്തത് എന്നുള്ളത് മനസ്സിലാക്കാനും ഹൈലി ഡിസ്ട്രാക്റ്റഡ് വേൾഡിൽ എത്രത്തോളം ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കാൻ പറ്റും എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. അങ്ങനെ നിങ്ങൾ അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യും. സോ ബേസിക്കലി ഒരു എക്സാം ക്വാളിഫൈ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഇത്ര കാലത്തെ നിങ്ങൾക്ക് അറിയുമായിരിക്കും, ഒരു 8 വ്യത്യസ്ത സബ്ജക്റ്റിൽ നെറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുള്ള ഒരു മലയാളിയാണ് ഞാൻ. ഒരു നാഷണൽ റെക്കോർഡ് ഹോൾഡറാണ്. അപ്പോൾ നമ്മളൊരു എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ളത് അതാണ്. അപ്പോൾ കൂടുതൽ ഇനി സെറ്റിനെ കുറിച്ചും ആ സെറ്റിൻ്റെ ആസ്പെക്റ്റിലേക്കുള്ള പ്രിപ്പറേഷനെ കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മളോട് നമ്മുടെ പ്രിയപ്പെട്ട ഈ ഒരു ഏരിയയിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള സിറാജ് സർ സംസാരിക്കുന്നതായിരിക്കും. എക്സാമുമായി ബന്ധപ്പെട്ട എന്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും റിഗാർഡിങ് ആഫ്റ്റർ ദാറ്റ് നിങ്ങൾക്ക് സിറാജ് സാറോട് ചോദിക്കാവുന്നതാണ്. നിങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ഗ്രൂപ്പുകളിലും ബാക്കിയുള്ള ആസ്പെക്റ്റുകളിലൊക്കെ എയ്ഫറിനെ കുറിച്ചും എയ്ഫർ സെറ്റിനെ കുറിച്ചും കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ടാവുന്നതായിരിക്കും. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ അത്രയാണ് എനിക്ക് പറയാനുള്ളത്. സോ സിറാജ് സാർ you can Okay. You can. See, okay. സിറാജ് സർ ജസ്റ്റ് നൗ സിറാജ് സർ ജോയിൻ ചെയ്യും. നിങ്ങൾക്ക് എന്ത് കൺഫ്യൂഷനും ഡൗട്ടുകൾ ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ പറയാം. മേ ബി ഫസ്റ്റ് ചിലപ്പോൾ വട്ട് വി ക്യാൻ സേ സിറാജ് സർ ആ ഒരു ഫ്ലോയിൽ ചിലപ്പോൾ ആൻസർ ചെയ്യണമെന്നില്ല. ഇൻ ബിറ്റ്വീൻ കംപ്ലീറ്റ് നമ്മൾ ക്ലാരിഫൈ ചെയ്യുന്നതായിരിക്കും. സിറാജ് സാർ യു ക്യാൻ ജോയിൻ.
Yeah, Siraj sir is here. He will be joining within 30 seconds. Okay, just a minute. ഹലോ, ഗുഡ് ഈവനിങ്. ഓഡിബിൾ അല്ലേ? ഓക്കെ അനീസ് സാർ, ഡിസ്കസ് ചെയ്യുന്നത് സെറ്റ് എങ്ങനെ ക്രാക്ക് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഒരു എക്സാമിന്റെ എങ്ങനെയൊക്കെ എക്സാം ക്വാളിഫൈ ചെയ്യണം. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുണ്ട്, ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പൊ ആ സ്ഥലത്ത് എങ്ങനെ നമുക്ക് ഒരു സ്ഥലത്ത് യുണീക്ക് ആയിട്ട് അല്ലെങ്കിൽ അവരെക്കാൾ മേലെ നമുക്ക് എത്താൻ പറ്റും എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ആ ഒരു ഹെഡിങ് തന്നെ നമുക്കറിയാം അല്ലേ? എന്തായിരുന്നു? വേർ ടു ഫോക്കസ്, വാട്ട് ടു സ്റ്റഡി, ഹൗ ടു സക്സീഡ് എന്നുള്ളതാണ്. എവിടെ നമ്മൾ ഫോക്കസ് ചെയ്യണം, എന്ത് നമ്മൾ പഠിക്കണം, എങ്ങനെ നമ്മൾ സക്സീഡ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ അതിന്റെയൊക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാര്യങ്ങൾ പറയാം. അതിന്റെ മുന്നേ നിങ്ങൾ ആരാണെന്നുള്ളത് എനിക്ക് അറിയാമല്ലോ. കാരണം നിങ്ങൾ ബി എഡ് കംപ്ലീറ്റ് ചെയ്തവരാണോ, അല്ലെ ബി എഡ് പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണോ, അല്ലെ ബി എഡ് കംപ്ലീറ്റ് ചെയ്ത് ഇപ്പോൾ പി ജി പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണോ, അതായത് നിങ്ങൾ സെറ്റിന് വേണ്ടി ക്വാളിഫൈഡ് ആണോ അല്ലയോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞാൽ. അതായത് നിങ്ങൾ ബി എഡ് ഫസ്റ്റ് ഇയർ ആണോ, ഇനി അതല്ല ബി എഡ് സെക്കൻഡ് ഇയർ ആണ്, നിങ്ങൾ എന്താണ് സെറ്റ് എക്സാം എഴുതാൻ ക്വാളിഫൈഡ് ആണ്. ഇപ്പൊ രണ്ടാണെങ്കിലും നിങ്ങൾ എന്തൊന്ന് കമന്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് കുറച്ചും കൂടി ഈസി ആയിരിക്കും എങ്ങനെയാണ് നിങ്ങളുടെ ലെവൽ എന്ന് അറിയാൻ. അതേപോലെ തന്നെ നിങ്ങൾക്ക് സെറ്റിനെ പറ്റി മുന്നേ എന്തെങ്കിലും ധാരണ ഉണ്ടെങ്കിൽ അത് പറയാം, ഇല്ലെങ്കിൽ അതും പറയാം. ഓക്കെ, എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൂടുതൽ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാൻ പറ്റും. ഇനിയല്ല നിങ്ങൾക്ക് തീരെ അറിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ബേസ് മുതൽ എന്ത് ചെയ്യണം എന്ന് പറയണം. എന്തായാലും ബേസ് മുതൽ നമ്മൾ പറയും, എന്നാലും ഒരു ആവർത്തന വ്യവസായം വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ജസ്റ്റ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ഓക്കെ, ബി എഡ് കഴിഞ്ഞ് പി ജി ജോയിൻ ചെയ്തിട്ടുള്ളൂ, എനിക്ക് എഴുതാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ക്വാളിഫിക്കേഷനിലൊക്കെ വേറെ, എന്നാലും ഫസ്റ്റ് ചോദിച്ചുകൊണ്ട് ഒരു ഒറ്റ കാര്യം ഞാൻ പറയാം. നമ്മുടെ സെറ്റ് ചെയ്താനുള്ള ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ബി എഡ് കംപ്ലീറ്റഡ് ആൻഡ് പി ജി കംപ്ലീറ്റഡ് ആണ്, അല്ലെങ്കിൽ പി ജി സെക്കൻഡ് ഇയർ ആവണം, അതായത് തേർഡ് സെമിസ്റ്റർ ആവണം, അല്ലെങ്കിൽ പി ജി കംപ്ലീറ്റഡ് ബി എഡ് തേർഡ് സെമിസ്റ്ററോ സെക്കൻഡ് ഇയർ ആവണം എന്നുള്ളതാണ്. ഓക്കെ, ചില സബ്ജക്റ്റുകളിൽ ബി എഡ് കമ്പൽസറി അല്ല, കൊമേഴ്സ് അതേപോലെ തന്നെ ജേർണലിസം, സൈക്കോളജി, അങ്ങനെ കുറച്ച് സബ്ജക്റ്റുകളിൽ ബി എഡ് കമ്പൽസറി അല്ല. ബി എഡ് ഇല്ലെങ്കിലും പി ജി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് സെറ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ബേസിക്സ് ആണ്, പി ജി കംപ്ലീറ്റ് ആണ്, ബി എഡ് സെക്കൻഡ് ഇയർ ആണ്, ഓക്കെ ക്വാളിഫൈഡ് ആണ്, ഫസ്റ്റ് ഇയർ ആണ്, പി ജി ഓൺലി ആണ്, പി ജി കംപ്ലീറ്റ് ആയ ബി എഡ് ഫസ്റ്റ് ഇയർ ആണ്, ബി എഡ് തേർഡ് സെമസ്റ്റർ ആണ്, ബി എഡ് ആൻഡ് പി ജി കംപ്ലീറ്റ് ആണ്, കാറ്റഗറി ക്വാളിഫൈഡ്, ഡോണ്ട് നോ മോർ അബൌട്ട് സെറ്റ് എക്സാം ഫസ്റ്റ് ടൈം. ഓക്കെ, ബി എഡ് ഫസ്റ്റ് ഇയർ ആണ്. ഓക്കെ ഓക്കെ, അപ്പൊ ഏറെക്കുറെ എല്ലാവരും എന്താണ് ബി എഡ് ഫസ്റ്റ് ഇയറും അതേപോലെ തന്നെ സെറ്റിനെ പറ്റി കൂടുതൽ അറിയാത്തവരാണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നായിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു നമ്പർ കാണിച്ചു തരാം. ആ നമ്പർ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പറയണം, എന്താണ് ആ നമ്പറിനെ പറ്റി നിങ്ങൾക്ക് മനസ്സിലായ എന്താ കാര്യം എന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് പറയണേ. നമ്മുടെ ഇന്നത്തെ ഒരു ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ കേരള സെറ്റ് എക്സാമിനെ പറ്റി അറിയേണ്ടതെല്ലാം എന്നുള്ളതാണ്. നമുക്ക് മാക്സിമം എന്ത് ചെയ്യാം, സെറ്റ് എക്സാം എന്താണെന്ന് കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. അതിൽ നമ്മൾ വേർ ടു ഫോക്കസ്, എവിടെ നമ്മൾ ഫോക്കസ് ചെയ്യണം, വാട്ട് ടു സ്റ്റഡി, എന്ത് നമ്മൾ പഠിക്കണം, ഹൗ ടു സക്സീഡ്, എങ്ങനെ നമ്മൾ വിജയിക്കും എന്നുള്ളതാണ്. ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റ് നമ്പർ കാണിച്ചു തരാം, 17.9. ഈ നമ്പർ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ, അല്ല എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലായിട്ടുണ്ടോ? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ഈ നമ്പർ? 17.9 പാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നുണ്ട്. വേറെ എന്തെങ്കിലും? ഓൺലി ദ പെർസെൻറ്റേജ് ഓഫ് ക്വാളിഫയിങ് സെറ്റ്. യെസ്, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെയാണ്. 100 ആൾക്കാർ എക്സാം എഴുതുന്നതിൽ വെറും 17.9, അതായത് 18% ആൾക്കാർ മാത്രമേ എന്താവുന്നുള്ളൂ, സെറ്റ് ക്വാളിഫൈഡ് ആവുന്നു എന്നുള്ളതാണ് ഒരു എന്താ പറയാ, ഒരു യാഥാർത്ഥ്യം. ഈ ന്യൂസ് ഒന്ന് നോക്കിക്കേ, സെറ്റ് പരീക്ഷ വിജയം 17.9. ഈ 2024 നടത്തിയ സെറ്റ് പരീക്ഷ, സോറി 2024, 2025 ജൂലൈയിൽ എക്സാം ഓഗസ്റ്റ് 24 നടന്നിട്ടുണ്ടായിരുന്നത്. അതിൽ 17,396 ആൾക്കാർ എഴുതിയ എക്സാമിൽ വെറും 17.9%, അതായത് 18% ആൾക്കാർ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ. ബാക്കി 82% ആൾക്കാർ എവിടെയാണ്, പുറത്താണുള്ളത്. അതെന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നുണ്ടാവോ?
നമ്മുടെ നെറ്റ് എക്സാം പറയല്ലേ സെറ്റ്. നെറ്റ് എക്സാം നമ്മൾ എക്സാം എഴുതിയതിനനുസരിച്ച് പെർസെന്റേജ് അനുസരിച്ചാണ്. പക്ഷെ സെറ്റിൽ എന്തുണ്ട്, ഒരു ഫിക്സഡ് കട്ട് ഓഫ് ഉണ്ട്. ആ കട്ട് ഓഫിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ നിങ്ങൾ പാസ്സാകണം. പക്ഷെ ആ കട്ട് ഓഫിലേക്ക് എന്ത് ചെയ്യുന്നില്ല, ഈ ബാക്കിയുള്ള 82% ആൾക്കാർ എത്തുന്നില്ല എന്നുള്ളതാണ്. ഇതിപ്പോ നടന്ന എക്സാം മാത്രമല്ല, മുന്നേയുള്ള എക്സാം ഒക്കെ നമ്മൾ നോക്കുമ്പോൾ ഏറെക്കുറെ ഈ 20% നിയർ മാത്രമേ ഒരു പാസ് പെർസെന്റേജ് ഉള്ളൂ എന്നുള്ളതാണ്. അപ്പൊ എന്തൊക്കെയോ അവിടെ ഉണ്ട് എന്നുള്ളതാണ് അല്ലെ. ഇത്രയും ഒരു വെറും 20% മാത്രമേ വിജയിക്കുന്നുള്ളൂ എങ്കിൽ അവിടെ എന്തെങ്കിലും എക്സാം പ്രശ്നമാണോ, അല്ലെ എക്സാം ടഫ് ആയത് കൊണ്ടാണോ, അല്ലെ സിലബസ് അത്രയും വൈഡ് ആയത് കൊണ്ടാണോ, അല്ലെ നമുക്ക് PGയും BEഡും എല്ലാം കൂടി ഇതിൽ ഉൾപ്പെടുന്നത് കൊണ്ട് കുറെ പഠിക്കാനുള്ളത് കൊണ്ടാണോ, അല്ലെങ്കിൽ നമുക്ക് സമയമില്ലാത്ത പ്രശ്നമാണോ, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഇതിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ നിങ്ങളുടെ ഒരു ഇപ്പം ഈ വിജയ ശതമാനം ഇപ്പൊ സെറ്റ് ഒന്നും പറയുന്നില്ല, ഏതോ ഒരു എക്സാം വെറും 20% ആൾക്കാർ മാത്രമേ വിജയിക്കുന്നുള്ളൂ എന്ന് നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലേക്ക് എന്താ വരുന്നത്? അത് അവർ പഠിക്കാത്തതിന്റെ പ്രശ്നമാണോ, അല്ലെങ്കിൽ ആ ഒരു സിലബസിന്റെ ടഫ്നെസ് കൊണ്ടാണോ, അല്ല അത്രയും വലിയ സിലബസ് ആയതുകൊണ്ടാണോ? എന്താണ് നിങ്ങൾക്ക് തോന്നിയ ചില ചെറിയ സംശയങ്ങളെന്ന് പറഞ്ഞത്? എന്തുകൊണ്ടായിരിക്കാം ഒരു വെറും 20% മാത്രം വിജയ സാധ്യതയിലേക്ക് എത്തുന്നത്? നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറയാം, എന്തുകൊണ്ടായിരിക്കാം? പഠിക്കാത്തത് കൊണ്ടാണോ, ഇനി അതല്ല അവർ അത്രയും ഒരു എന്താ പറയാ പ്രിപ്പയർ ചെയ്യാത്തത് കൊണ്ടാണോ, ഡെയിലി പഠിക്കാത്തത് കൊണ്ടോ, ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പഠനത്തിന്റെ പ്രശ്നമാണോ, അല്ല ഇപ്പം ഇതിൽ വരെ ആരെങ്കിലും അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട പ്രശ്നം എന്താണ്? പ്രിപ്പറേഷൻ കുറവായോണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ സ്ട്രാറ്റജി ഇല്ലാത്തത് കൊണ്ടാണ്. ദെൻ കൺസിസ്റ്റന്റ് സ്റ്റഡി ഇല്ലാത്തത് കൊണ്ടാണ്. രണ്ടുപേരും കൂടെ ഒന്ന് പറഞ്ഞാൽ നമുക്ക് അതിലേക്ക് കിടക്കാം. ലാക്ക് ഓഫ് പ്രിപ്പറേഷൻ അല്ലെ, ഏറെക്കുറെ നിങ്ങൾ പറഞ്ഞ കാര്യം പ്രിപ്പറേഷന്റെ പ്രശ്നമാണ്, അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള സ്റ്റഡി ഇല്ലാത്തത് കൊണ്ടാണ് കാണും. അപ്പൊ നോക്കിക്കേ, ആ 20% അല്ലെ 18% വിജയിച്ചവർ അത്ര എക്സ്ട്രാ ഓർഡിനറി ആണോ, അല്ല അത്ര എന്താ പറയാ നമ്മൾ പഠിക്കാൻ, അല്ലെങ്കിൽ നമ്മൾ സോക്കോൾഡ് പഠിപ്പി എന്ന് പറഞ്ഞ ലിസ്റ്റിൽ വരുന്നവരാണോ 18% ആൾക്കാർ എന്ന് പറഞ്ഞാൽ? ബാക്കിയുള്ള ഈ 82% ആൾക്കാർ എന്താ പഠിപ്പികളല്ലേ, അല്ലെ പഠിക്കാത്തവരല്ലേ? അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അവിടുത്തെ ഒരു പ്രശ്നം വെച്ചാൽ ഈ 18% ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഒരു എക്സ്ട്രാ ഓർഡിനറി ആയതുകൊണ്ടല്ല, ചിലപ്പോൾ ആയിരിക്കാം, പക്ഷെ അതുകൊണ്ട് മാത്രമല്ല. എന്തുകൊണ്ടാ? അവരുടെ പ്ലാൻ എന്തായിരുന്നു, എക്സ്ട്രാ ഓർഡിനറി ആയിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അവരുടെ പ്ലാന് അല്ലെ അവരൊരു ഈ ഒരു എക്സാമിന് വേണ്ടി, സെറ്റ് എക്സാം എന്ന് പറഞ്ഞിട്ടുള്ള എക്സാമിന് വേണ്ടി അവർ പ്രിപ്പയർ ചെയ്യുന്ന രീതി വേറെ ആയതുകൊണ്ടാണ്. ബാക്കിയുള്ള 82% ഒരു റൂട്ടിലൂടെയാണ് പോകുന്നതെങ്കിൽ ഈ 18% ആൾക്കാർ വ്യത്യസ്ത വഴികളിലൂടെ ആയിരുന്നത് സെറ്റിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അവർ അവരുടേതായിട്ടുള്ള ഒരു വിഷൻ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അത്രയും പ്രിപ്പയർഡ് ആയിട്ടാണ് അവർ എന്ത് ചെയ്തിട്ടുള്ളത്, പോയത്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ വേർ ടു സ്റ്റഡി, എവിടെ തുടങ്ങണം, അല്ലെ വേർ ടു ഫോക്കസ്, എന്തിൽ ഫോക്കസ് ചെയ്യണം, വാട്ട് ടു സ്റ്റഡി, എന്ത് പഠിക്കണം, ഹൗ ടു സക്സീഡ് എന്നുള്ള രീതിയിലേക്ക് എത്തിയത് കൊണ്ടാണ് ആ 18% അതിലേക്ക് എത്തിയത്. ബാക്കിയുള്ള 82%ത്തിന്റെ പ്രശ്നം, അല്ല 82 ഞാൻ പറയുന്നില്ലെങ്കിലും ഭൂരിഭാഗം ആൾക്കാരുടെ പ്രശ്നം എന്തായിരുന്നു? ലാക്ക് ഓഫ് പ്രിപ്പറേഷൻ. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ലാക്ക് ഓഫ് പ്രിപ്പറേഷൻ ആയിരുന്നു. കൺസിസ്റ്റന്റ് സ്റ്റഡി ഇല്ലാത്ത പ്രശ്നമായിരുന്നു. അതേപോലെ തന്നെ ഒരു പ്ലാൻ, ഒരു എക്സ്ട്രാ ഓർഡിനറി പ്ലാൻ അവർക്ക് ഇല്ലാതിരുന്നു. അതാണ് മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുന്നിൽ മിനിമം ഒരു 3 മാസം ഉണ്ട്. എക്സാം എഴുതാൻ പോകുന്നവരോടാണ് പറയുന്നത്. ഇനി എല്ലാം സ്റ്റാർട്ടിങ് ആണെങ്കിൽ, നിങ്ങളിപ്പം BEd ഫസ്റ്റ് ഇയർ ആണ്, അല്ലെങ്കിൽ PG കംപ്ലീറ്റഡ് ആണെങ്കിൽ അടുത്ത് BEd എടുക്കാൻ പോകുന്നുണ്ട്, എന്തായാലും നിങ്ങൾ സെറ്റിന് വേണ്ടി ഇനി ഒരു വർഷം നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ 12 മാസം ഉണ്ട്. ഓക്കെ, ആ 12 മാസം, ഒരു വർഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നന്നായിട്ട് എന്ന് വെച്ചാൽ ആ 12 മാസവും നിങ്ങൾ നന്നായിട്ട് ഫുൾ ടൈം പഠിക്കണം ഞാൻ പറയുന്നില്ല. നിങ്ങളൊരു കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു നല്ലൊരു പ്ലാനോട് കൂടി നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് സെറ്റ് കിട്ടും. പിന്നെ വേറൊരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഇനി അങ്ങോട്ട് സെറ്റ് നിർബന്ധമാവും. ഇപ്പൊ ഞാനിപ്പോ കേട്ടറ്റിന്റെ ഒരു ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ അവിടെ കേട്ടറ്റ് കാറ്റഗറി നിങ്ങൾക്ക് എന്തായാലും വേണോ, ഹൈസ്കൂൾ പഠിപ്പിക്കണം വേണം ഞാൻ പറയുന്നുണ്ടെങ്കിൽ കൂടെ അവിടെ ഒരു വേറൊരു കാര്യമുണ്ട്. ഏകദേശം നമ്മളിപ്പം PM3-യിലൊക്കെ സർക്കാർ ഒപ്പിട്ടത് കൊണ്ടും അങ്ങനെ കുറെ പ്രശ്നങ്ങൾ അവിടെ നടക്കുന്നത് കൊണ്ടും NEP ഇവിടെ നടപ്പിലാക്കാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടും ഒക്കെ ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൈസ്കൂളും ഹയർ സെക്കൻഡറി സ്കൂളും കൂടെ മെർജ് ആവാനുള്ള സാധ്യത ഉണ്ട്. 8 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകൾ ഒരുമിക്കാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് സെറ്റ് നിർബന്ധമായിട്ട് വരും. അപ്പൊ ഇതുവരെ PG ഇല്ലാത്തവരുടെ PG നിർബന്ധമായിട്ട് വരും. ഓക്കെ, ഇപ്പൊ PG എന്തായാലും എടുക്കേണ്ടി വരും, സെറ്റും എന്താവും അവർക്ക് നിർബന്ധമായി വരും. ഇനി അങ്ങനെ അത് മാത്രമല്ല, സെറ്റ് ഇങ്ങനെ നിർബന്ധം, ഇപ്പൊ നമുക്കറിയാം ഒരു എക്സാം കുറെ എന്താ പറയാ കുറെ പേര് എഴുതുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓരോ വർഷവും എണ്ണം ഇങ്ങനെ കൂടി കൂടി വരികയാണെങ്കിൽ
അപ്പം നടക്കുന്ന അല്ലെങ്കിൽ ആ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്ന ആരാണെങ്കിലും എന്ത് ചെയ്യും, ഒന്നുകിൽ എക്സാം ടഫ് ആക്കും, അല്ലെങ്കിൽ എക്സാമിന് നെഗറ്റീവ് മാർക്ക് ഇംപ്ലിമെന്റ് ചെയ്യും, അല്ലെങ്കിൽ എക്സാമിൽ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് തന്നെ എന്ത് ചെയ്യും, കുറെ ഒരു നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കും. കുറെ ഓപ്ഷൻസ് തന്നിട്ട് ചിലപ്പം 3 ഓപ്ഷൻ ശരിയായി നമുക്ക് ഓർമ്മ ഉണ്ടാവും, 4മത്തെ ചിലപ്പം അറിയില്ല. അങ്ങനെ കുറെ പ്രശ്നം, അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസിൽ എന്ത് ചെയ്യും, കുറെ മാറ്റങ്ങൾ വരും. അങ്ങനെ കുറെ മാറ്റങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ള വർഷങ്ങളാണ് നിങ്ങൾ മുമ്പിലേക്ക് വരാനുള്ളത്. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ചിലപ്പോൾ അവിടെ നെഗറ്റീവ് മാർക്ക് ഉണ്ടെന്നോ നെഗറ്റീവ് മാർക്ക് ഇല്ല ഒന്നും നിങ്ങൾ നോക്കേണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു സെറ്റിന് വേണ്ടി നിങ്ങളുടെ സബ്ജക്റ്റിൽ എന്ത് ചെയ്യുക, കൂടുതൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ഇയർ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു വർഷം നിങ്ങൾ മുമ്പിലുണ്ട്. ആ ഒരു വർഷം നിങ്ങൾ നന്നായിട്ട് കൃത്യമായിട്ട് ഡെയിലി, അത് നിങ്ങൾ 1 മണിക്കൂറെന്നോ 10 മണിക്കൂറെന്നോ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് എന്നൊന്നും ഞാൻ പറയുന്നില്ല, എത്ര സമയമാണ് നിങ്ങൾ അതിന് മാറ്റി വെക്കുന്നതെങ്കിൽ അത് ഡെയിലി ചെയ്യാം. കൺസിസ്റ്റന്റ് ആവുക എന്നുള്ളതാണ്. പ്രിപ്പറേഷൻ മസ്റ്റ് ആണ്. ഇപ്പൊ പ്രിപ്പറേഷൻ അറിയണമെങ്കിൽ ആദ്യം നമ്മൾ എന്തറിയണം, സിലബസ് നമ്മൾ അറിയണം. ആ സിലബസിൽ എവിടെ നമ്മൾ തുടങ്ങണം എന്നറിയണം. അതിൽ ഏതൊക്കെ നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുക്കണം എന്നറിയണം. നമുക്ക് അറിയാത്ത ഏരിയ ഏതാണെന്ന് അറിയണം. നമുക്കറിയാം സെറ്റിൽ നമുക്ക് 2 പേപ്പർ ഉണ്ട്. നമുക്ക് അതിലേക്ക് കടക്കാം. എന്നാൽ അതിന് മുന്നേ പറയാണ്, 2 പേപ്പർ ഉണ്ട്, നമ്മുടെ സബ്ജക്റ്റും അതേപോലെ തന്നെ ജനറൽ പേപ്പറും. ആ ജനറൽ പേപ്പർ എന്ന് പറഞ്ഞാൽ സെറ്റ് എക്സാം ചെയ്യുന്ന എല്ലാവരും അറ്റൻഡ് ചെയ്യേണ്ട എക്സാമാണ്. എല്ലാവർക്കും സെയിം ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും. ചിലപ്പം കുറച്ചുകൂടെ അതിൽ കറണ്ട് അഫയേഴ്സും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടെ മാത്തമാറ്റിക്കൽ റീസണിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് മാത്സ് അറിയുന്നവർക്ക് ചിലപ്പോൾ അത് ഈസി ആയിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് GK അറിയുന്നവർക്ക് അത് ഈസി ആയിരിക്കും. അങ്ങനെ എല്ലാവർക്കും സെയിം ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അതൊക്കെ നമ്മൾ പഠിക്കേണ്ടി വരും. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാൻ എങ്ങോട്ടുള്ള സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ എന്താ അറിയേണ്ടത്, സിലബസ് നന്നായിട്ട് അറിയാന്നുള്ളതാണ്. ഈ 18% എത്തിയവർ എന്തായിട്ടുണ്ട്, നന്നായിട്ട് സിലബസ് നോക്കിയിട്ടുണ്ട്. ആ സിലബസിൽ എവിടെ പഠിക്കണം എന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ട്. ഒരു ടൈം ടേബിൾ അവർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആ ടൈം ടേബിളിനനുസരിച്ച് കൺസിസ്റ്റന്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അവർ പഠിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ. പിന്നെ മെയിൻ ആയിട്ട് നമ്മൾ പറയുന്നത് പ്രാക്ടീസ് എന്നുള്ളതാണ്. നമ്മൾ എന്ത് ചെയ്യുക, മോഡൽ എക്സാമും മോക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു കാര്യം. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് കടക്കാം. ഇപ്പൊ ഞാൻ സ്റ്റാർട്ടിങ് തുടങ്ങിയത് ആ നമ്പർ ആണ് 18% അല്ലെങ്കിൽ 17.9%, അല്ലെ 20%. വെറും 20% ആൾക്കാർ മാത്രമേ സെറ്റ് ക്വാളിഫൈ ചെയ്യുന്നുള്ളൂ. അടുത്ത 20%ത്തിലേക്കുള്ള ആൾക്കാരായിട്ട് നിങ്ങൾ മാറണം. 3 ചോയ്സ് ഞാൻ നിങ്ങൾക്ക് തരാം. ഒന്നുകിൽ നിങ്ങൾക്ക് ആ 20%ത്തിലേക്ക് മാറാം, അല്ലെങ്കിൽ നിങ്ങളും കൂടി കൂട്ടിയിട്ട് ഒരു 30, 40, 50 അല്ലെങ്കിൽ 100%ത്തിലേക്ക് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെറ്റ് പരീക്ഷയിലേക്ക് എത്തിക്കാം. അതും അല്ലെങ്കിൽ ഈ മാറി നിൽക്കുന്ന 80 അല്ല 82%ത്തിലേക്ക് നിങ്ങൾക്ക് മാറാം. നിങ്ങൾ ഏതിൽ മാറാനോ ഉദ്ദേശിക്കുന്നത്? ഒന്നുകിൽ നിങ്ങൾക്ക് ആ ഒരു 18%ത്തിലേക്ക് എത്താം, അല്ലെങ്കിൽ നിങ്ങളോട് കൂടി 30, 40, 50, 60% വിജയ ശതമാനത്തിലേക്ക് എത്തിക്കാം. അതുമല്ലെങ്കിൽ പരാജിതരായിട്ടുള്ള ആ 80%ത്തിലേക്ക് നിങ്ങൾക്ക് പോവാം. നിങ്ങൾ ഏതെല്ലാം ചൂസ് ചെയ്യാം? അവിടെ 3 ചോയ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 1ഉം 2ഉം നിങ്ങൾക്ക് എന്ത് ചെയ്യാം ചൂസ് ചെയ്യാം, 3 നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒഴിവാക്കുക എന്നുള്ളതാണ്. ആ 80% നിങ്ങൾക്ക് വേണ്ട. ഈ വെബിനാർ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടത് 1ഓ 2ഓ കാര്യമാണ്, അല്ലെ? ഒന്നുകിൽ ആ 20%ത്തിലേക്ക് എത്തുക, അല്ലെങ്കിൽ നിങ്ങളോട് കൂട്ടിയിട്ട് 30, 40, 50%ത്തിലേക്ക് സെറ്റിന്റെ വിജയ ശതമാനം കൂട്ടാൻ വേണ്ടി എന്ത് ചെയ്യാം, നമ്മൾ നിൽക്കുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ നമ്മൾ എന്തായാലും എല്ലാവരും ഒരേ മൈൻഡ് സെറ്റോട് കൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പൊ നമുക്ക് എന്താണ് ആ ഈ ഒരു സെറ്റിൽ നമുക്ക് നോക്കേണ്ടത്, അതിന്റെ ഒരു മെയിൻ ആയിട്ട് ഒരു ബേസിക് ആയിട്ടുള്ള എന്തൊക്കെ ഐഡിയാസ് ആണ് നമുക്ക് നോക്കാം. ഓക്കെ. അപ്പൊ ഇന്നത്തെ ഒരു സെഷനിൽ നിങ്ങൾ കൂടുതൽ അറിയുന്നുണ്ടാവുക അണ്ടർസ്റ്റാൻഡ് ദ സ്ട്രക്ചർ ഓഫ് പേപ്പർ 1. ഓക്കെ. ഇവിടെ നമുക്ക് 2 പേപ്പർ ഉണ്ട്, പേപ്പർ 1 ആൻഡ് പേപ്പർ 2. അതിൽ പേപ്പർ 1നെയാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. പേപ്പർ 2 എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സബ്ജക്റ്റ് ആണ്. ജസ്റ്റ് നിങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങളുടെ സബ്ജക്റ്റ് ഒന്ന് പറയാവോ, നിങ്ങൾ ഏതാണ് നിങ്ങളുടെ സബ്ജക്റ്റ് എന്നുള്ളത്? അറബിക് ഉണ്ട്, എക്കണോമിക്സ് ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, സോഷ്യൽ സയൻസ്, മാത്സ്, സൈക്കോളജി, ഇംഗ്ലീഷ്, കെമിസ്ട്രി. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ സബ്ജക്റ്റ് ആണ് നിങ്ങളുടെ പേപ്പർ 2 എന്ന് പറഞ്ഞാൽ മലയാളം. യെസ്. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ സബ്ജക്റ്റുകൾ ഉണ്ടല്ലോ, ഇതാണ് നിങ്ങളുടെ പേപ്പർ 2 എന്ന് പറഞ്ഞാൽ. പേപ്പർ 1 ആണ് ജനറലി എല്ലാവരും നിങ്ങൾ പറഞ്ഞ എക്കണോമിക്സ് ആയിരിക്കും, മലയാളം, സൈക്കോളജിയും ജേർണലിസവും മാത്സിനും എല്ലാത്തിനും ഉള്ള ഒരു പേപ്പറാണ് പേപ്പർ 1. ഓക്കെ. ദെൻ ഐഡന്റിഫൈ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആൻഡ് ഫോക്കസ് ഏരിയ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുക ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്താണ്, നമ്മൾ ഫോക്കസ് ഏരിയ എന്താണെന്നുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ എങ്ങനെ സ്മാർട്ട് ആയിട്ട് പ്രിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്താണെന്നുള്ളതാണ്. അതേപോലെ തന്നെ എക്സാമിൽ കോൺഫിഡൻസും കൺസിസ്റ്റൻസും നമുക്ക് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ആ ബിൽഡ് ചെയ്യാൻ നിങ്ങളോട് പറയല്ല, നിങ്ങൾ സ്വയം എന്ത് ചെയ്യും, അത് ബിൽഡ് ചെയ്തിരിക്കും. ഈ ഒരു വെബിനാർ കഴിയുമ്പോഴത്തേക്ക് എങ്ങനെയൊക്കെ നമ്മൾ പഠിക്കണം, അല്ലെങ്കിൽ
ജസ്റ്റ് ടോപ്പിക്ക് പറയും, അല്ലെങ്കിൽ ടോപ്പിക്കിന്റെ വലിപ്പം കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് ഒരുപാടുണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മൾ പഠിക്കാത്ത കുറെ ഏരിയാസ് ഇതിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ജസ്റ്റ് ടൈം ടേബിൾ ഒന്ന് മാറ്റാണ്. അത് ഞങ്ങൾക്ക് അറിയുന്ന കുറെ പാർട്ടുകളുണ്ട്, ഈ യൂണിറ്റുകളൊക്കെ ഒന്ന് ഒരു ഭാഗത്തിലേക്ക് മാറ്റും. അറിയാത്ത അല്ലെങ്കിൽ കുറച്ച് അറിയുന്ന കാര്യങ്ങളിൽ അത് രണ്ടാമത്തെ ഒരു ഭാഗം മാറ്റും. പിന്നെ തീരെ അറിയാത്തൊരു കാര്യമുണ്ട്, അത് മൂന്നാമതായിട്ട് മാറ്റിയിട്ട് എന്ത് ചെയ്യും, ആ രീതിയിൽ എന്ത് ചെയ്യും, അറിയുന്ന കാര്യം ജസ്റ്റ് ഒന്ന് നമുക്കൊരു ഇൻട്രസ്റ്റ് വരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഒന്ന് സ്റ്റാർട്ട് ചെയ്യും. ആദ്യത്തെ 2-3 ദിവസം ഞാൻ അറിയുന്ന കുറെ കാര്യങ്ങൾ പഠിക്കാം. അല്ലെങ്കിൽ ചില ആൾ വിചാരിക്കും തീരെ അറിയാത്ത കാര്യം ആദ്യം തുടങ്ങി വെക്കാം. ഇപ്പൊ എന്ത് ചെയ്യും, ആ രീതിയിൽ എന്ത് ചെയ്യും, നിങ്ങൾ സ്വന്തമായിട്ടൊരു ടൈം ടേബിൾ, ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് ഉണ്ടാക്കുന്നുള്ളതാണ്. ഞാൻ അതിന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാണ് എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത്. ഉണ്ടാക്കലും അതേപോലെ തന്നെ പ്രിപ്പയർ ഒക്കെ ചെയ്യല് നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ സ്വയം തീരുമാനിക്കത്തിടത്തോളം കാലം നിങ്ങൾക്ക് എന്താവില്ല, ഒരു എക്സാം വിജയിക്കാനാവില്ല എന്നുള്ളതാണ്. ഞാൻ വിചാരിക്കുകയാണ് എനിക്ക് ഈ സെറ്റ് ക്രാക്ക് ചെയ്യണം, അപ്പൊ എന്ത് ചെയ്യാം, നിങ്ങൾ വിചാരിച്ചാലേ നടക്കുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ ഒരു എക്സാമിനേക്ക് വേണ്ടി നിങ്ങൾ അതിലേക്ക് ഇറങ്ങിച്ചില്ല. അപ്പോൾ നിങ്ങൾ ഇനി ഫൈനൽ ഇയർ ബി എഡ് ആണ്, സെക്കൻഡ് ഇയർ ബി എഡ് ആണെങ്കിൽ നിങ്ങൾ അടുത്ത ഈ ജനുവരിയിൽ എക്സാം ഇപ്പൊ വിളിച്ചിട്ടുണ്ട്, എക്സാം സെറ്റ് എക്സാം വിളിച്ചിട്ടുണ്ട്. ജനുവരിയിൽ ഓർ ഫെബ്രുവരിയിലേക്ക് എക്സാം ഉണ്ടാവുക. നിങ്ങളുടെ മുമ്പിൽ ഒരു 3 മാസം അല്ലെങ്കിൽ 4 മാസം നിങ്ങളുടെ മുമ്പിലുണ്ട്. ഈ 4 മാസം നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിച്ചു പോവുകയാണെങ്കിൽ ഈ ജനുവരിയിലെ എക്സാം നിങ്ങൾക്ക് എന്തായാലും ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ കേരള സെറ്റിലേക്ക് കടക്കുകയാണ്. കേരള സെറ്റ് എന്ന് പറയാനുള്ള കാരണം സെറ്റ് എല്ലാ സ്റ്റേറ്റിലും നടത്തുന്ന എക്സാം ആണ്. കാരണം സെറ്റിന്റെ ഫുൾ ഫോം തന്നെ നമുക്കറിയാം, സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് ആണ്. ഓരോ സ്റ്റേറ്റിന്റെയും എലിജിബിലിറ്റി ടെസ്റ്റ് ആണ്. ഇപ്പൊ കേരള സെറ്റ് കേരളത്തിൽ നടത്തുന്ന സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് ആണ്. നമ്മൾ നടത്തുന്നത് LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി ആണ് കണ്ടക്ട് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ ഹയർ സെക്കൻഡറിയിലും VHS-ലൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടി, HSC-യിലും VHSC-യിലൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ആണ്. ആ ക്വാളിഫിക്കേഷൻ കിട്ടിയോണ്ട് നമ്മളൊരു ടീച്ചർ ആവണം നിർബന്ധമില്ല. അവിടെ വേറെ കടമ്പകളുണ്ട്. അങ്ങനെയാണല്ലോ. ഇതിപ്പോ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു 10ാം ക്ലാസ് ആണ് നമ്മൾ ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞു. 10 കഴിഞ്ഞപ്പോൾ +2 ആണ് ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞു. പിന്നെ ഡിഗ്രി ആയി, പിന്നെ അത് കഴിഞ്ഞ് PG ആയി, ഇപ്പം BEd ആയി. അങ്ങനെ ഓരോ സ്ഥലത്തെത്തുന്ന സമയത്ത് ഇതാണ് ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ നിങ്ങളോട് പറയുന്നത് സെറ്റ് ആണ് നിങ്ങൾക്ക് ആവശ്യമുള്ള സെറ്റ് നിങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതാണ്. പക്ഷെ സെറ്റ് നേടിയെടുത്താലും അവിടെ നേരത്തെ അനിസാർ പറഞ്ഞ പോലെ അൺഎംപ്ലോയബിലിറ്റി എന്ന് പറഞ്ഞൊരു കാര്യം കൂടി അവിടെ ഉണ്ട്. അപ്പൊ ഈ സെറ്റ് നേടിയെടുത്താലും നമ്മൾ സ്കിൽഡ് ആണെങ്കിൽ, ഓരോ കാലത്തിനനുസരിച്ച് നമ്മൾ അത്രയും അപ്ഡേറ്റഡ് ആണെങ്കിൽ നിങ്ങൾ ഒരാൾക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ അത്രയും അപ്ഡേറ്റഡ് ആണെങ്കിൽ, നിങ്ങൾ ആ ഒരു നല്ലൊരു ടീച്ചർ ആണെങ്കിൽ, ടീച്ചർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു കണ്ടന്റ് ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ടല്ല, നല്ല രീതിയിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഓരോ തിയറിസ്റ്റ് പറഞ്ഞ പോലെ ആ രീതിയിൽ കൺസ്ട്രക്റ്റീവ് ആ രീതിയിൽ ടെക്നോളജി ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ഒരു നല്ല രീതിയിൽ ക്ലാസ് എടുക്കാൻ പറ്റുന്ന ഒരു ടീച്ചർ ആണെങ്കിൽ, അത്രയും സ്കില്ലുകളുള്ള ഒരു ടീച്ചർ ആണെങ്കിൽ നിങ്ങൾ കൊത്തിക്കൊണ്ടുപോകാൻ ആൾക്കാരുണ്ട്, നിങ്ങൾ വിളിച്ചു കൊണ്ടുപോകാൻ ആൾക്കാരുണ്ട്. അവിടെ നിങ്ങൾ PSC കാര്യങ്ങളൊന്നും നോക്കണ്ട, നല്ല സാലറിയിൽ നിങ്ങൾ കൊണ്ടുപോകാൻ ആൾക്കാരുണ്ടാവും. ഓക്കെ, അപ്പൊ നിങ്ങൾ സ്കിൽഡ് ആവുക എന്നുള്ളതാണ്. ഈ സെറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ജസ്റ്റ് ഒരു എലിജിബിലിറ്റി ടെസ്റ്റ് ആണ്. ഓക്കെ, അങ്ങനെ തന്നെ ഞാൻ പറയാം, എലിജിബിലിറ്റി ടെസ്റ്റ് മാത്രമാണ്. ഇതുകൊണ്ട് നിങ്ങൾക്കൊരു ജോലി തരാം ഒരു വാഗ്ദാനം ഞാൻ പറയുന്നില്ല. ആ വാഗ്ദാനം അല്ലെങ്കിൽ ജോലി വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ അതിൻ്റെതായ സ്കില്ല് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക തന്നെ വേണ്ടി വരും. കാരണം PSC അത്രയും എന്താണ് ടഫ് എന്ന് മാത്രമല്ല, അത്രയും ആൾക്കാർ എഴുതുന്നുണ്ട്. അങ്ങനെ കുറെ ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ ആണ്. അപ്പോൾ നേരത്തെ അനി സാർ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ആ ടൈറ്റ് കോമ്പറ്റീഷൻ ആണെങ്കിലും ആദ്യത്തെ 10 റാങ്കിലേക്ക് നിങ്ങൾ എത്താൻ വേണ്ടി നിങ്ങൾ എന്ത് അത്രയും പഠിക്കാം. ഓക്കെ, നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. ഹാർഡ് വർക്കിന് മാറ്റിയിട്ട് സ്മാർട്ട് വർക്ക് ആക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഹാപ്പി ലേണിംഗ് എക്കോസിസ്റ്റം ആക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഇതൊക്കെ പഠിക്കാനുണ്ടല്ലോ എന്ന് വിചാരിച്ച് പഠിക്കുന്നതിന് പകരം എനിക്ക് എന്തായാലും ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ആവാം, അങ്ങനെ ആവാം, ഒരു നല്ലൊരു ഹാപ്പി ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ലേണിംഗ് എക്കോസിസ്റ്റം ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞ ജസ്റ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് മാത്രമാണ് ഒരു ഹയർ സെക്കൻഡറി ടീച്ചിങ് എക്സാമിന് വേണ്ടിയിട്ട്. ചില സംസ്ഥാനങ്ങളിൽ ചില സ്റ്റേറ്റുകളിൽ അവരുടെ സെറ്റ് നെറ്റിന് ഇക്വാലന്റ് ആക്കിയിട്ടുണ്ട്. അതായത് അവിടുത്തെ സെറ്റ് ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള കോളേജുകളിൽ പഠിപ്പിക്കാനുള്ള ഒരു ക്വാളിഫിക്കേഷൻ ആക്കി മാറ്റിയിട്ടുണ്ട്. തമിഴ്നാട്ടിലൊക്കെ സെറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ സെറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുത്തെ കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും. പക്ഷെ ഇപ്പൊ കേരളത്തിൽ നമുക്ക് കോളേജിൽ കയറണമെങ്കിൽ നെറ്റ് തന്നെ വേണം. ഹയർ സെക്കൻഡറിന്റെ ക്വാളിഫിക്കേഷൻ ആണ് സെറ്റ്. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 പേപ്പേഴ്സ് ആണ് നമുക്കുള്ളത്, പേപ്പർ 1 ആൻഡ് പേപ്പർ 2. പേപ്പർ 1-ൽ ഡിസ്കസ് ചെയ്യുന്നത് ജനറൽ നോളജ് ആൻഡ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആണ്. പേപ്പർ 2 ആവുന്ന സമയത്ത് നിങ്ങൾ നേരത്തെ പറഞ്ഞ സബ്ജക്റ്റുകളാണ്. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ടത് പേപ്പർ 1-ലും പേപ്പർ 2-ലും മാർക്കാണ്. ഓക്കെ, പേപ്പർ 1-ൽ 120 ചോദ്യങ്ങളുണ്ട്, 120 മാർക്കാണ്. അതേപോലെ തന്നെ പേപ്പർ 2 എന്ന് പറയുമ്പോൾ അവിടെയും 120 ചോദ്യങ്ങൾ, 120 മാർക്കാണ്. ചില സബ്ജക്റ്റ്, അതായത് മാത്തമാറ്റിക്സിലും സ്റ്റാറ്റിസ്റ്റിക്സിലും 120 ചോദ്യങ്ങളില്ല, 80 ചോദ്യങ്ങളേ ഉള്ളൂ. ഒരു ചോദ്യത്തിന് 1.5 മാർക്ക് വെച്ചിട്ടായിരിക്കും സ്റ്റാറ്റിലും മാത്സിലും ഉണ്ടാവുക. കാരണം എന്താ വെച്ചാൽ അതിന്റെ ഒരു ഡെപ്ത്നെസ്, മാത്സ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ എന്താ പറയുക ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് അല്ലെങ്കിൽ കുറെ സോൾവ് ചെയ്തിട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻസിന്റെ നമ്പർ ഒന്ന് കുറച്ചിട്ടുണ്ട്. 120-ൽ നിന്ന് 80 ആക്കി കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ചോദ്യത്തിന് 1.5 മാർക്ക് വീതം 120 മാർക്ക്, ടോട്ടൽ 240 ആണ്
സെറ്റിന്റെ മാർക്ക് എന്ന് പറഞ്ഞാൽ പേപ്പർ 1 120, പേപ്പർ 2 120. ഇതിൽ ഇഷ്ടം എന്ന് പറഞ്ഞാൽ കേട്ടറ്റ് ആയിക്കോട്ടെ, നെറ്റ് ആയിക്കോട്ടെ, അതിലൊക്കെ നിങ്ങൾക്ക് ടോട്ടൽ മാർക്ക് കിട്ടി അതിന്റെ പെർസെൻറ്റേജ് കിട്ടിയാൽ മതിയായിരുന്നു. പക്ഷെ സെറ്റില് പേപ്പർ 1 ഇത്ര പെർസെൻറ്റേജ്, പേപ്പർ 2 ഇത്ര പെർസെൻറ്റേജ്, പേപ്പർ 1 പേപ്പർ 2 കൂടി ഇത്ര പെർസെൻറ്റേജ് എന്നുള്ള രീതിയിലാണ് ഇവര് ഇട്ടിട്ടുള്ളത്. അത് നമുക്കൊന്ന് നോക്കാം. അതിന് മുമ്പ് ജസ്റ്റ് പേപ്പർ 1 ജനറൽ നോളജും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതാണ് മിനിമം പെർസെൻറ്റേജ് ഓഫ് മാർക്ക്. ഇവിടെ ഓൾറെഡി കട്ട് ഓഫ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 40 ജനറൽ കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾക്ക് 40% പേപ്പർ 1 ക്വാളിഫൈ ചെയ്താൽ മതി, പേപ്പർ 2 40% മതി. പക്ഷേ ടോട്ടൽ നിങ്ങൾ പേപ്പർ 1 40 അത് മിനിമം മാത്രമേ നേടിയിട്ടുള്ളൂ, പേപ്പർ 2 40 നേടിയിട്ടുള്ളൂ, പക്ഷെ നിങ്ങൾക്ക് സെറ്റ് കിട്ടൂല. കാരണം നിങ്ങൾക്ക് ടോട്ടൽ 48% വേണം. ഈ 40% അല്ലെങ്കിൽ 48% എന്നൊക്കെ പറഞ്ഞാൽ ടോട്ടൽ നമുക്ക് എത്ര 120 മാർക്കാണ്. ഓക്കെ, ജസ്റ്റ് ഒരു മിനിറ്റ്. 120 മാർക്കാണ്. ആ 120 മാർക്കിന്റെ 40% എന്ന് പറഞ്ഞാൽ 120 മാർക്കിന്റെ 40% എന്ന് പറഞ്ഞാൽ 48 മാർക്കാണ്. അപ്പോ നിങ്ങൾക്ക് 120 48 മാർക്ക് പേപ്പർ 1 വേണം. അതേപോലെ തന്നെ പേപ്പർ 2 നിങ്ങൾക്ക് എന്ത് വേണം? 48 മാർക്ക് വേണം. ഓക്കെ, പക്ഷെ ടോട്ടൽ 48%. ടോട്ടൽ 48% കൊണ്ട് അവിടെ വേണ്ടത് 116 മാർക്കാണ്. നോക്കിക്കേ, 48 കൂട്ടി ആകെ 96 ആവേ ഉള്ളൂ. ബാക്കി 116 അവിടെ കുറവുണ്ട്. ഏകദേശം ഒരു 20 മാർക്ക് 24 മാർക്കിന്റെ കുറവ് അവിടെ ഉണ്ട്. ശരിയല്ലേ? അപ്പൊ ആ മാർക്ക് എന്ത് ചെയ്യണം? നിങ്ങൾ അടുത്ത അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേപ്പറിൽ എക്സ്ട്രാ വാങ്ങണം. അതായത് പേപ്പർ 1 നിങ്ങൾ 48 മാത്രം വാങ്ങിയാൽ പോരാ, ഒന്നുകിൽ അവിടെ എന്ത് ചെയ്യണം? ഒരു 58 അല്ല 68 വാങ്ങണം. അപ്പൊ പേപ്പർ 2 എന്ത് ചെയ്താൽ മതി? മിനിമം മാർക്ക് വാങ്ങിയാൽ മതി. ഇനി അതല്ല പേപ്പർ 1 നിങ്ങൾ 48 വാങ്ങുന്നുള്ളൂ എങ്കിൽ പേപ്പർ 2 നിങ്ങൾ 68 വാങ്ങണം. ഓക്കെ, അതാണ് എൻ്റെ ഒരു അങ്ങനെ വരുന്നത് കൊണ്ടാണ് പല ആൾക്കാർക്കും സെറ്റ് കിട്ടാതെ പോകുന്നത്. ചിലപ്പോൾ അവർ പേപ്പർ 1 ക്വാളിഫൈ ചെയ്തിട്ടുണ്ടാവും, പേപ്പർ 2 ക്വാളിഫൈ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ ടോട്ടൽ അഗ്രിഗേറ്റ് നോക്കുന്ന സമയത്ത് അവർക്ക് ആ 116 മാർക്ക് എന്ന് പറഞ്ഞ മാർക്കിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല. അതാണ് അവരുടെ ഒരു പ്രശ്നം. ഈ ഒരു നേരത്തെ പറഞ്ഞ 18% എത്താത്തതിന്റെ ഒരു പ്രശ്നം അതാണ്. അപ്പൊ അവരെന്ത് ചെയ്തിട്ടുണ്ട്? കുറച്ച് പ്ലാനോട് കൂടെ പഠിച്ചിട്ടുണ്ടാവും. പേപ്പർ 1 കുറച്ചൊക്കെ പഠിച്ചു, അതായത് മിനിമം മാർക്കിലേക്ക് വേണ്ടി അവർ പഠിച്ചു. പേപ്പർ 2 എന്ത് ചെയ്തു? അവരും മിനിമം മാർക്കിലേക്ക് വേണ്ടി പഠിച്ചു. പക്ഷെ ടോട്ടൽ ആ ഒരു 48%, അതായത് 116 മാർക്കിലേക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല? അവർക്ക് എത്താൻ പറ്റിയിട്ടില്ല. അപ്പൊ അങ്ങനെ മാർക്ക് പോകുന്നവരുണ്ട്. ഇനി 35 OBCയുടെ കേസിലാണ്, നോൺ ക്രീമിലെയർ ആണെങ്കിൽ 35% എന്ന് പറയുമ്പോൾ ഏകദേശം 42 മാർക്കാണ്. പേപ്പർ 2 42 മാർക്കാണ്. പക്ഷെ ടോട്ടൽ 45%. ടോട്ടൽ 108 മാർക്ക് വേണം. ഓക്കെ, 42 വാങ്ങിയിട്ട് കാര്യമില്ല. എന്ത് ചെയ്യണം? ഏകദേശം അതിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു 24 മാർക്കും കൂടി വാങ്ങിയാലേ അവരെന്താവുള്ളൂ? പാസ്സാവുള്ളൂ. അപ്പൊ കാര്യം മനസ്സിലായല്ലോ? എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ പേപ്പർ 1 ഒരു മിനിമം ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ പേപ്പർ 2 മിനിമം ക്വാളിഫിക്കേഷനോ നേടിയിട്ട് കാര്യമില്ല. എന്ത് ചെയ്യണം? ടോട്ടൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഒരു പെർസെൻറ്റേജിലേക്ക് എത്തണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് കൂടുതൽ ഫോക്കസ് ചെയ്യണം. രണ്ടിന്റെയും മിനിമം മാർക്കിനല്ല, കൂടുതൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഞാൻ മനസ്സിലാക്കിയത്, നിങ്ങൾ PGയിൽ കുറച്ചുകൂടി നല്ലൊരു രീതിയിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ PG നിങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ആയിരിക്കില്ല. എന്തായാലും നിങ്ങൾ സബ്ജക്ട് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾ കുറച്ചധികം പഠിച്ചൊരു സബ്ജക്ട് നിങ്ങളുടെ പേപ്പർ 2 ആയിരിക്കും. ആ പേപ്പർ 2 നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റാം? വേണമെങ്കിൽ ഈ 40% എന്നുള്ളൊരു 50%ലേക്ക് എത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ടോട്ടൽ മറികടക്കാൻ പറ്റും. ഇനി അതല്ല, നിങ്ങളുടെ പേപ്പർ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ടഫുള്ള പേപ്പറാണ്, എങ്ങനെയൊക്കെയോ PG പാസ്സായതാണ്, അതിൽ ആ ഒരു 55 അല്ലെങ്കിൽ 60%ലേക്ക് എത്തിയതാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? പേപ്പർ 1 കൂടുതൽ ഫോക്കസ് ചെയ്യുക. പേപ്പർ 1 നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ടോട്ടലിലേക്ക് കിട്ടും. ഇതിപ്പം ഒന്നും അറിയാതെ അല്ലെങ്കിൽ സെറ്റിനെ ഇതുവരെ അറിയാതെ ഒരാൾക്ക് ചിലപ്പോൾ മാർക്ക് കാണുമ്പോൾ എന്തിനാ ഇതൊക്കെ എന്നൊക്കെ മനസ്സിലാവും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ ഒരു ശതമാനത്തിലേക്ക് എത്തിയാലേ നിങ്ങൾ പാസ്സാവുള്ളൂ. അതുകൊണ്ടാണ് ആ 100-ൽ 82 ആൾക്കാരും 82% ആൾക്കാരും എന്ത് ചെയ്യുന്നത്? തോൽക്കാനുള്ള ഒരു റീസൺ ഇതാണ്. ടോട്ടൽ അവർക്ക് എന്ത് ചെയ്യുന്നില്ല? കിട്ടുന്നില്ല. ചില ആൾക്കാർ ഒരു മാർക്കിനാണ് പോയെന്നൊക്കെ പറയാറുണ്ട്. ഒരൊറ്റ മാർക്കിന്, അതായത് ഒരു ചോദ്യം തെറ്റിപ്പോയിട്ടുണ്ടാവും, ആ ഒരൊറ്റ മാർക്കിനാണ് പോയത് എന്നൊക്കെ ചില ആൾക്കാർ പറയാറുണ്ട്. അപ്പൊ അവിടെ ആ ഒരു മാർക്കിന്റെ ഒക്കെ വില മനസ്സിലാവുക ഫൈനൽ. ഓക്കെ, ഈ ഒരു മാർക്കിംഗ് സ്കീമും മിനിമം പെർസെൻറ്റേജിന്റെ കാര്യങ്ങൾ ഓക്കെ ആണോ? ക്ലിയർ ആണോ? എത്ര മാർക്ക് വേണം അല്ലെങ്കിൽ എങ്ങനെയൊക്കെ നമ്മൾ ആ ഒരു മാർക്കിന്റെ ഒരു കൂട്ടണം എന്നുള്ളത്? ഓക്കെ, നെഗറ്റീവ് മാർക്ക്. അടുത്ത ചോദ്യമാണ് നെഗറ്റീവ് മാർക്ക് ഉണ്ടോ എന്നുള്ളത്. നമുക്ക് ഇതുവരെ
അതായത് 2026 അടുത്ത എക്സാം വരെ നമുക്ക് നെഗറ്റീവ് മാർക്ക് ഇല്ല. ഇനി അടുത്ത നോട്ടിഫിക്കേഷൻ, അതായത് ജൂലൈയിലുള്ള എക്സാമിന് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അറിയില്ല ഒരു നെഗറ്റീവ് മാർക്ക് ആഡ് ചെയ്യുമെന്നുള്ളത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ വർഷത്തിൽ 2 പ്രാവശ്യമാണ് സെറ്റ് എക്സാം നടത്തുന്നത്, ജനുവരിയിലും ജൂലൈയിലും. ഏകദേശം ജനുവരിയിലെ എക്സാം ഏകദേശം ഈ പറഞ്ഞ പോലെ സെപ്റ്റംബർ ഒക്ടോബറിൽ നോട്ടിഫിക്കേഷൻ വരും. സെപ്റ്റംബറിൽ ഇപ്പൊ ഒക്ടോബറിലാണ് വന്നത്, നവംബർ അല്ലെങ്കിൽ ഡിസംബർ വരെ അത് അപ്ലൈ ചെയ്യാനുള്ള സമയം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ജനുവരിയിലോ അല്ലെങ്കിൽ ഫെബ്രുവരിയിലോ എക്സാം നടക്കും. മാർച്ചിൽ എന്ത് ചെയ്യും, അതിന്റെ റിസൾട്ട് പ്രഖ്യാപിക്കും. ഓക്കെ. ദെൻ ജൂലൈയിൽ എക്സാം ആണെങ്കിൽ അത് ഏകദേശം ഒരു 2-3 മാസം മുന്നേ എന്ത് ചെയ്യും, അതിന് നോട്ടിഫിക്കേഷൻ വരും. ദെൻ ജൂലൈയിലോ അല്ലെ ഓഗസ്റ്റിലോ എക്സാം നടക്കും. സെപ്റ്റംബറിൽ അതിന്റെ റിസൾട്ട് വരും. ആ സെപ്റ്റംബറിലെ റിസൾട്ടാണ് നേരത്തെ ഞാൻ കാണിച്ചത് 17.9. അതിന്റെ മുന്നേ ഇതുവരെ ഒരു 20% മേലോട്ടൊന്നും എന്ത് വന്നിട്ടില്ല, സെറ്റ് എക്സാം ക്വാളിഫൈ വന്നിട്ടില്ല. ഓക്കെ. ഇനിയുള്ള ആ ഒരു 20% അല്ലെ 18%-ത്തിലുള്ള ആൾക്കാരാണ് നിങ്ങൾ. ഈ ജനുവരിയിൽ എക്സാം എഴുതാൻ പോകുന്നുണ്ടെങ്കിൽ അതിലുള്ളവരാണ്. ഇനി അടുത്ത ജൂലൈയിലാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ അതിന്റെ അടുത്ത 2027 ജനുവരിയിലെ എക്സാം ആണെങ്കിൽ അങ്ങനെ. ഓക്കെ. അപ്പൊ എന്ത് തന്നെ ആണെങ്കിലും നിങ്ങൾ ഈ ഒരു 48%-ത്തിലേക്ക്, നിങ്ങൾ OBC കാറ്റഗറി ആണെങ്കിൽ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ 48-ലേക്ക് എത്താൻ ശ്രമിക്കുക. ഓക്കെ. ഇതാണ് ഈ ഒരു മിനിമം പെർസെൻറ്റേജ് ആയിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. വർഷം 2 പ്രാവശ്യമാണ് നടത്തുന്നത്, അതുപോലെ തന്നെ എന്തില്ല, നെഗറ്റീവ് മാർക്കും ഇല്ല. ഓക്കെ. ഇനി നമ്മൾ എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ്. നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം സിലബസ് നോക്കാം. നമ്മുടെ സബ്ജക്റ്റിന്റെ സിലബസ് ഉണ്ട്. 2016 സിലബസ് ആണ് ഇപ്പോഴും ഫോളോ ചെയ്യുന്നത് കേട്ടോ. സെറ്റ് 2016 ഇറക്കിയ സിലബസ് തന്നെയാണ് ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്മുടെ സിലബസ് എന്താണ് നമ്മൾ നോക്കുക. പേപ്പർ 1 ആണെങ്കിലും പേപ്പർ 2 ആണെങ്കിലും സിലബസ് മൊത്തം എന്താണെന്ന് നോക്കുക. അതേപോലെ തന്നെ ടോപ്പിക് വൈസ് പ്രിപ്പറേഷൻ ആണ്. ഓക്കെ. അതെങ്ങനെ വേണമെന്നുള്ള നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്ന ടോപ്പിക്ക് അതിന് മാറ്റി വെക്കുക, നിങ്ങൾക്ക് ടഫ് ആയിട്ട് തോന്നുന്ന ടോപ്പിക്ക് അതിന് വേറെ മാറ്റി വെക്കുക. പിന്നെ അതേപോലെ തന്നെ ക്വസ്റ്റ്യൻസ് കുറെ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് സെറ്റ്. ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ നിങ്ങൾ കേട്ടറ്റ് എക്സാം എഴുതിയിട്ടുണ്ടോ, അതിന്റെ ഒക്കെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് കിട്ടാൻ പണിയുണ്ട്. പക്ഷെ സെറ്റിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നില്ല. ഇതുവരെ നടന്ന എല്ലാ എക്സാമിന്റെയും ക്വസ്റ്റ്യനും അതിന്റെ ആൻസർ കീയും സൈറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾ സൈറ്റ് കയറി നോക്കിക്കഴിഞ്ഞാൽ, LBSന്റെ സൈറ്റ് കയറി നോക്കിക്കഴിഞ്ഞാൽ ഇതുവരെ നടന്ന എല്ലാ സെറ്റ് എക്സാമിന്റെയും പേപ്പർ 1ന്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതേപോലെ തന്നെ നിങ്ങളെ സബ്ജക്റ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അവിടെ ഉണ്ടാവും, അതിന്റെ ആൻസർ കീയും അതിലുണ്ടാവും. നിങ്ങൾ എന്ത് ആ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ റിവൈസ് ചെയ്ത് അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പോകാന്നുള്ളതാണ്. പക്ഷെ എന്ന് വെച്ചാൽ അതന്നെ പ്രാക്ടീസ് ചെയ്ത് അതന്നെ വരും എന്നുള്ളതല്ല. പക്ഷെ ചില ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഈ സൈക്കോളജി ആയിട്ട് ബന്ധപ്പെട്ടായിക്കോട്ടെ, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആയിട്ട് ബന്ധപ്പെട്ടായിക്കോട്ടെ, അതൊക്കെ എന്ത് ചെയ്യും, ചിലൊക്കെ സെയിം തന്നെ ആണല്ലോ, അതന്നെ വരാണ്ടാവും. അത് എന്ത് ചെയ്യാം, നിങ്ങൾ നന്നായിട്ട് നിങ്ങളേതായ രീതിയിൽ എന്ത് ചെയ്യുക, റിവൈസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ. ഇനി നമ്മുടെ സിലബസിലേക്ക് വരാം. നേരത്തെ നമ്മൾ പറഞ്ഞു പേപ്പർ 1 ജനറൽ നോളജ് ആൻഡ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആണ് ഉള്ളത്. ആ ജനറൽ വരുന്ന കാര്യമാണ്. നിങ്ങളുടെ സബ്ജക്ട് നേരത്തെ പറഞ്ഞ പോലെ മലയാളം ആയിരിക്കാം, സയൻസ് മാത്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ബയോളജി ആയിരിക്കാം, ജേർണലിസ്റ്റ് ആയിരിക്കാം, സൈക്കോളജി ആയിരിക്കാം. എന്തായാലും നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. കാരണം നിങ്ങൾ 10ാം ക്ലാസ് വരെ ഇതൊക്കെ പഠിച്ചതാണ് അല്ലെ. 10ാം ക്ലാസ് വരെ നിങ്ങൾ സയൻസ് പഠിച്ചതാണ്, മാത്സ് പഠിച്ചതാണ്, സ്റ്റാറ്റ് പഠിച്ചതാണ്, ഫിസിക്സ് പഠിച്ചതാണ്, കെമിസ്ട്രി ബയോളജി ഒക്കെ പഠിച്ചതാണ്. അതുകൊണ്ട് ഇതിലെ മൊഡ്യൂൾ 1 ആയ ജനറൽ സ്റ്റഡീസിൽ യൂണിറ്റ് 1 ആയ ജനറൽ സ്റ്റഡീസിലെ മൊഡ്യൂൾ 1 എന്ന് പറഞ്ഞാൽ നിങ്ങൾ 10ാം ക്ലാസ് വരെ പഠിച്ച എല്ലാ കാര്യവും നിങ്ങൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. അതിൽ ജനറൽ സയൻസ് വരുന്നുണ്ട്, മാത്തമാറ്റിക്സ്, അതിൽ തന്നെയാണ് മാത്ത്, സ്റ്റാറ്റ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. ഇതാണ് ജനറൽ സയൻസ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ വരുന്നത്. അത് ബേസിക്സ് മുതൽ ക്ലാസ് 10th ലെവലിൽ വരെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതേപോലെ മൊഡ്യൂൾ 2 എന്ന് പറഞ്ഞാൽ സോഷ്യൽ സയൻസ് ആണ്. അതിൽ എന്തൊക്കെയുണ്ട്, എക്കണോമിക്സ് ഉണ്ട്, ഹിസ്റ്ററി ഉണ്ട്, ജോഗ്രഫി ഉണ്ട്, ഇന്ത്യൻ പൊളിറ്റി ഉണ്ട്. ഇതും എന്താണ്, ബേസിക്സ് മുതൽ 10ാം ക്ലാസ് വരെയാണ്. അപ്പൊ ഞാൻ ആകെ മാത്സേ പഠിച്ചിട്ടുള്ളൂ എന്ന് വിചാരിച്ചു പോയിട്ട് കാര്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യണം, ബാക്കിയുള്ള സബ്ജക്റ്റുകൾ നിങ്ങൾ നോക്കണം. നിങ്ങൾ സ്കൂളായിട്ട് ബന്ധം വേണം എന്നുള്ളതാണ് ഇവർ പറയുന്നത്. നിങ്ങൾ ഹയർ സെക്കൻഡറി പഠിപ്പിക്കുകയാണെങ്കിൽ ഹയർ സെക്കൻഡറി വരെയുള്ള കാര്യങ്ങൾ മസ്റ്റ് അറിഞ്ഞിരിക്കണം. പ്ലസ് നിങ്ങൾ സബ്ജക്റ്റിലേക്ക് എത്തുന്ന സമയത്ത് PG ആയിട്ട് നിങ്ങൾക്ക് ബന്ധം വേണം. PG ലെവലിലെ ക്വസ്റ്റ്യൻസ്, ഡിഗ്രി PG ലെവലിലെ ക്വസ്റ്റ്യൻസും കൂടെ എന്തുണ്ടാവും, അതിലുണ്ടാവും എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ പേപ്പർ 1ന്റെ കാര്യം മാത്രമാണ് പറയുന്നത്. പേപ്പർ 1 നിങ്ങൾ മാത്സ് അറിയണം, ഫിസിക്സ് അറിയണം, കെമിസ്ട്രി അറിയണം, സോഷ്യൽ അറിയണം. അടുത്ത ഹ്യൂമാനിറ്റീസ് ആണ്. അത് ലിറ്ററേച്ചർ അറിയണം, അതിന് ആർട്ട് അറിയണം, ആൻഡ് കൾച്ചർ അറിയണം. ദെൻ കേരള സ്റ്റഡീസ് ആണ്. കേരള സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ കേരളത്തിലെ സോഷ്യൽ റീഫോംസ് എന്താണ്, നാഷണൽ മൂവ്മെന്റ് എന്തൊക്കെയായിരുന്നു, കേരള മോഡൽ ഡെവലപ്മെന്റ് എന്തായിരുന്നു, ലിറ്ററേച്ചർ, ആർട്ട് ആൻഡ് കൾച്ചർ. അതായത് കേരളമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ PSC വേണ്ടി പഠിക്കുന്ന ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ നമ്മൾ ഇതിൽ അറിഞ്ഞിരിക്കണം. ഓക്കെ. ഇപ്പോൾ നമ്മളൊരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ക്ലാസ്സിൽ പോവുകയാണെങ്കിലും സ്കൂളിലാണെങ്കിലും കോളേജിലാണൊക്കെ ആണെങ്കിലും
നമ്മൾ ഇന്റർ ഡിസിപ്ലിനറി നമ്മൾ പറയാറുണ്ടെങ്കിൽ പക്ഷെ പലപ്പോഴും അത് ചെയ്യാറില്ല. നമ്മുടെ സബ്ജക്റ്റിലെ ബാക്കിയുള്ള സബ്ജക്റ്റിനെ ഇൻക്ലൂഡ് ചെയ്യിക്കാതെ നമ്മൾ എന്താണ് പഠിക്കുന്നത്, അത് ഒരു ക്ലാസ് പഠിച്ചു, അടുത്ത ക്ലാസ് നമ്മൾ വേറെ പഠിച്ചു, മൂന്നാമത്തെ ക്ലാസ് വേറെ പഠിച്ചു, അതിനെന്ത് ചെയ്യുന്നില്ല, കണക്ട് ചെയ്യാത്ത കുറെ പ്രശ്നങ്ങളുണ്ട്. അതേപോലെ തന്നെ നിങ്ങളിപ്പോ സെറ്റിന് നിങ്ങൾ പ്രിപ്പയർ ആവുന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് PSC കൂടെ എന്ത് ചെയ്യാം, ഒരുമിച്ച് പ്രിപ്പയർ ആവാം. കാരണം പഠിക്കുന്ന എല്ലാം സെയിം അല്ലെങ്കിലും ഒരു മെജോറിറ്റി എന്തായിരിക്കും, രണ്ടിലും കൂടി പഠിക്കേണ്ട സെയിം ടോപ്പിക്കുകളാവും. അത് നിങ്ങൾ നോക്കി വെച്ച് രണ്ടും കൂടി പഠിക്കുമ്പോൾ ഒരേ സമയത്ത് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, PSCക്ക് വേണ്ടിയിട്ടും സെറ്റിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് പറയാൻ കാരണം കേരള സ്റ്റഡീസ് വന്നതുകൊണ്ടാണ്. കാരണം നമ്മൾ PSC, നിങ്ങൾ ഏത് PSC എടുത്തു നോക്കിയാലും അതിൽ ജനറൽ ആയിട്ട് നമ്മുടെ കേരളത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കണം. കേരളം മാത്രമല്ല, കേരളം ഉണ്ട്, ഇന്ത്യ ഉണ്ട്, വേൾഡ് ഉണ്ട്, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അറ്റ്ലീസ്റ്റ് നമ്മൾ കേരളമെങ്കിലും എന്ത് ചെയ്യണം, സെറ്റിന് വേണ്ടി അറിഞ്ഞിരിക്കണം. അപ്പൊ നിങ്ങൾ സെറ്റ് പഠിക്കുമ്പോൾ അതിന് എന്ത് ചെയ്യുക, PSCയും കൂടി എന്ത് ചെയ്യാം, ഇന്റഗ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ദെൻ യൂണിറ്റ് 2. ഇപ്പൊ യൂണിറ്റ് 1 ഞാൻ പറഞ്ഞു ജനറൽ സ്റ്റഡീസ് ആണ്, അതിൽ സബ്ജക്റ്റുകളും പ്ലസ് കേരള റീഫോംസ് അല്ലെ കേരള സ്റ്റഡീസും കൂടെ ആണ്. അടുത്ത യൂണിറ്റ് 2 ആണ് ലാംഗ്വേജ് ആൻഡ് റീസണിങ്. ഓക്കെ, ഇവിടെ നമ്മൾ എന്താ അറിയണം, ഇംഗ്ലീഷ് ലാംഗ്വേജ് അറിയണം, അതിന്റെ കോംപ്രഹെൻഷൻ വൊക്കാബുലറി അറിയണം, അതുപോലെ തന്നെ ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ അറിയണം, പിന്നെ മാത്തമാറ്റിക്സ് റീസണിങ് ആണ്. ഓക്കെ, ലോജിക്കൽ റീസണിങ് ആൻഡ് അനലിറ്റിക്കൽ എബിലിറ്റി ആണ് ന്യൂമറസി സ്കില്ല്. അപ്പൊ ചിലപ്പോൾ ഒരു പക്ഷേ മാത്സ് അറിയുന്ന ഒരാൾക്ക് അത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റും, റീസണിങ് ഒക്കെ ഉണ്ടാവും. പക്ഷെ അടുത്തൊരു പ്രശ്നം എന്ന് വെച്ചാൽ ടൈമിന്റെ പ്രശ്നമാണ്. ഓക്കെ, നേരത്തെ ഞാൻ പറയാൻ മറന്നൊരു കാര്യമാണ്, ടൈം മാനേജ്മെന്റും കൂടെ ഉണ്ട്. 2 മണിക്കൂറേ നമുക്ക് ഉണ്ടാവുള്ളൂ, 120 ചോദ്യത്തിന് 120 മിനിറ്റ് നമുക്ക് ഉണ്ടാവുള്ളൂ. അതായത് ഒരു ചോദ്യത്തിന് 1 മിനിറ്റേ നമുക്കുള്ളൂ. ആ 1 മിനിറ്റിനുള്ളിൽ എന്ത് ചെയ്യണം, ഇതൊക്കെ ചെയ്യണം. അപ്പൊ ഈ മാത്തമാറ്റിക്കൽ റീസണിങ് വരുന്ന സമയത്ത് നമുക്ക് ഒരു ചോദ്യത്തിന് 1 മിനിറ്റ് മതിയാവില്ല. കാരണം ആ ക്വസ്റ്റ്യൻ വായിച്ച് അത് മനസ്സിലായി, അതിന്റെ റീസണിങ് മനസ്സിലായി നമ്മൾ ചെയ്ത് വരുമ്പോഴത്തേക്ക് 2-3 മിനിറ്റോ ചിലപ്പോൾ അതിന് വേണ്ടി വരും. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ, ആ മാത്സിന്റെ ക്വസ്റ്റ്യൻസ് ഒന്ന് മാറ്റി വെച്ചിട്ട് അല്ലെങ്കിൽ അത് അവിടെ വെച്ചിട്ട് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യുക, 1 മിനിറ്റിന് താഴെ നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ ഒരു കാര്യം, നമുക്ക് വാച്ച് കൊണ്ടുപോകാൻ പറ്റില്ല, അതുകൊണ്ട് 1 മിനിറ്റ് 2 മിനിറ്റ് ഒന്നും നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, നമ്മുടെ എക്സാം എഴുതിയിട്ട് അതിന്റെ ടൈമിംഗ് നമ്മൾ മനസ്സിലാക്കണം. അതായത് നമ്മളിപ്പോ ഒരു സോഷ്യലിന്റെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ആ ക്വസ്റ്റ്യൻ വായിച്ച് നമ്മൾ ആൻസർ മനസ്സിലാക്കി ആൻസർ നമ്മൾ എന്ത് ചെയ്യുന്നു, ബബിൾ ചെയ്യാൻ എടുക്കുന്ന സമയം എത്ര എന്നുള്ളത് നിങ്ങൾ മുൻകൂട്ടി എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, മുന്നേ നിങ്ങളൊരു മോക്ക് ടെസ്റ്റ് അല്ലെങ്കിൽ മോഡൽ ടെസ്റ്റ് എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് ടൈം മാനേജ്മെന്റ് കിട്ടുള്ളൂ. അല്ലാതെ അവിടെ നിന്ന് അടിക്കുന്ന അരമണിക്കൂർ അല്ലെ 1 മണിക്കൂറിന്റെ ബെല്ല് കേട്ടിട്ട് നിങ്ങൾക്ക് ടൈം മാനേജ്മെന്റ് ചെയ്യാൻ പറയാൻ നടക്കൂല. കാരണം അതിൽ കുറെ പ്രശ്നങ്ങളുണ്ട്. കാരണം അരമണിക്കൂറിൽ നിങ്ങൾക്ക് എത്ര ചോദ്യം ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ മുന്നേ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ പ്രശ്നമാണ്. ഓക്കെ, ആ ടൈം മാനേജ്മെന്റ് നിങ്ങൾ എന്ത് ചെയ്യണം, ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് പോകണം. ഓക്കെ, ഞാൻ ഇവിടെ പറഞ്ഞു വന്നത് മാത്സിന്റെ റീസണിങ് സ്കിൽ അല്ലെ റീസണിങ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റണമെങ്കിൽ 2-3 മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടി വരും. ആ 3 മിനിറ്റ് നിങ്ങൾ ഇതിനെ മാറ്റി വെക്കുന്നുവെങ്കിൽ മറ്റിടത്തിൽ 1 മിനിറ്റിൽ കുറവേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഒരു ക്വസ്റ്റിന് വേണ്ടി എടുക്കാൻ പാടുള്ളൂ. അപ്പൊ ടൈം മാനേജ്മെന്റ് ഇതിൽ മസ്റ്റ് ആണ്. ദെൻ കറണ്ട് അഫയേഴ്സ് ആണ്. ഓക്കെ, നമ്മൾ ടീച്ചർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ക്വാളിഫിക്കേഷൻ അല്ലെ ജസ്റ്റ് ഇതേപോലെ എലിജിബിലിറ്റി ടെസ്റ്റുകളൊന്നും മാത്രം നേടിയാൽ മാത്രം പോരാ. എന്താ, കറണ്ട് അഫയേഴ്സ് അല്ലെ, ഇവിടെ നടക്കുന്ന കാര്യങ്ങളൂടെ എന്ത് ചെയ്യണം, നമ്മൾ അറിഞ്ഞിരിക്കണം. അല്ലെ, എന്താ ടെക്നോളജിയിൽ വന്ന ഇന്നോവേഷൻസ് അല്ലെങ്കിൽ ഇൻവെൻഷൻസ് എന്തൊക്കെയാണ്, ഡിസ്കവറീസ് എന്തൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്തൊക്കെ ടെക്നോളജി നമ്മൾ വന്നിരിക്കുന്നത് അറിയണം. അല്ലെ, ഒരു ടീച്ചർ എന്ന് പറഞ്ഞാൽ ഒരു ലൈബ്രറി ആവണം എന്നുള്ളതാണ്. അല്ലെ, എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം, ടീച്ചർ അറിഞ്ഞിരിക്കണം. ഓക്കെ, പിന്നെ മൊഡ്യൂൾ 2 എന്ന് പറഞ്ഞ എൻവയോൺമെന്റൽ ഇഷ്യൂസ് ആണ്, മൂവ്മെന്റ്സ്, അതുപോലെ തന്നെ ലെജിസ്ലേഷൻ, നാഷണൽ ഇന്റർനാഷണൽ. അല്ലെ, നമ്മുടെ ഇവിടുത്തെ എൻവയോൺമെന്റൽ ഇഷ്യൂ എന്താ നമ്മൾ അറിഞ്ഞിരിക്കണം. അല്ലെ, അതാണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ. ഈ ഒരു 2026 നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്നെങ്കിൽ ഏകദേശം 2024-5 കറണ്ട് അഫയേഴ്സ് നിങ്ങൾ നോക്കിയിരിക്കണം. ആ 26 ഫെബ്രുവരി ആ ഒരു ഇതുവരെ 24 മുതൽ 26 വരെയുള്ള കറണ്ട് അഫയേഴ്സ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്തായാലും അറ്റൻഡ് ചെയ്യണം. ഇതിൽ മൊഡ്യൂൾ 3 എന്ന് പറഞ്ഞാൽ UN ആൻഡ് ഗ്ലോബൽ അഫയേഴ്സ് ആണ്. UN ആയിട്ട് ബന്ധപ്പെട്ട ഗ്ലോബൽ അഫയേഴ്സ് ആയിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. മൊഡ്യൂൾ 4 എന്ന് പറയുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഹയർ ലേണിംഗ് ആൻഡ് റിസർച്ച്, സ്കോളർഷിപ്പ്, ന്യൂ ഇനീഷ്യേറ്റീവ്. നാഷണൽ അല്ലെങ്കിൽ സ്റ്റേറ്റിലൊക്കെ എന്തെങ്കിലും പുതുതായിട്ട് വന്ന ഇനീഷ്യേറ്റീവ് ഒക്കെ ഉണ്ട്. ഇപ്പൊ നമുക്ക് പറയുകയാണെങ്കിൽ NEP ഉണ്ട്, അല്ലെങ്കിൽ PM3 ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ വേണമെങ്കിൽ ഇപ്പൊ നിങ്ങൾ ചോദിക്കാം PM3 എപ്പോഴാണ് കേരളം ഒപ്പിട്ടതെന്നൊക്കെ ചോദിക്കാം, ഡേറ്റ് ചോദിക്കാം. അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്തുണ്ട്, കറണ്ട് അഫയേഴ്സ് ആയിട്ട് നമുക്ക് ചോദിക്കാം. മൊഡ്യൂൾ 5 എന്ന് പറയുമ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, പൊളിറ്റിക്സ് ആൻഡ് റീസൺ ലെജിസ്ലേഷൻ ആണ്. അപ്പൊ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ അറിഞ്ഞിരിക്കണം, പൊളിറ്റിക്സ് നമ്മൾ അറിഞ്ഞിരിക്കണം, ലെജിസ്ലേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കണം. അല്ലെ, കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാം അതിലിങ്ങനെ ഒരു മൊഡ്യൂൾ വൈസ് ആയിട്ട് പറയുന്നുണ്ടെങ്കിലും 2024 മുതൽ 26 വരെ ഇവിടെ നടന്ന എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം, നമ്മൾ ഓർത്ത് വെക്കണം. പക്ഷെ അവിടെ ഒരു പ്രശ്നം, നമുക്ക് 24 മുതൽ 26 വരെ നമുക്ക് പഠിച്ചു വെക്കാൻ പറ്റുമോ, അല്ലെ ഓർത്ത് വെക്കാൻ പറ്റുമോ, അങ്ങനെ കുറെ പ്രശ്നങ്ങളില്ലേ. അങ്ങനെ ഉണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു ഏരിയ നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് ഫോക്കസ് ചെയ്യുക. അതിന്റെ മാർക്ക് നിങ്ങൾക്ക് ഒരിക്കലും പോവില്ല, നിങ്ങൾ ഉറപ്പിച്ചു വെക്കുക. ബാക്കി നിങ്ങൾ എന്ത് ചെയ്യുക, മാറ്റി വെക്കുക. നിങ്ങൾക്ക് ജസ്റ്റ് 40% അല്ലെങ്കിൽ വെറും 50% മാർക്കേ നിങ്ങൾക്ക് പേപ്പർ 1 വേണ്ടുള്ളൂ. അതേപോലെ പേപ്പർ 2 നിങ്ങൾക്ക് എന്ത് മതി, 50% മാർക്ക് നിങ്ങൾക്ക് വേണ്ടുള്ളൂ. മാക്സിമം ഞാൻ പറയുന്നത്. അതായത് 120 നിങ്ങൾക്ക് 60 മാർക്ക് മതി.
മറ്റേതിൽ 160 മാർക്ക് മതി. അപ്പൊ ടോട്ടൽ നിങ്ങൾക്ക് 120 മാർക്ക് കിട്ടും, നിങ്ങൾ പാസ്സാണ്. അപ്പൊ നിങ്ങൾക്ക് 60 ചോദ്യം വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒഴിവാക്കാം. ബാക്കിയുള്ള 60 നിങ്ങൾക്ക് കിട്ടിയാൽ മതി എന്നുള്ളതാണ്. പക്ഷെ 60 ചോദ്യം ഒഴിവാക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് എന്ത് ചെയ്യരുത്, ആൻസർ ചെയ്യാതെ വിടരുത്. 60 നിങ്ങൾ ആൻസർ ചെയ്യണം. കാരണം നെഗറ്റീവ് മാർക്ക് വരാത്തിടത്തോളം കാലം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 120 ചോദ്യം അറ്റൻഡ് ചെയ്യാം. അവിടെ ഒന്നും പേടിക്കാനില്ല. ഓക്കെ, നിങ്ങൾ എന്ത് മാക്സിമം നിങ്ങൾ ടൈം മാനേജ്മെന്റ്, അതാണ് പറഞ്ഞത്. ടൈം മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അവസാനത്തെ 10-15 മിനിറ്റ് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് വെറുതെയെങ്കിലും ബബിൾ ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, സമയം കണ്ടെത്തണം. നമ്മുടെ എക്സാം OMR ലെവൽ എക്സാം ആണ്, OMR ഷീറ്റ് എക്സാം ആണ്. OMR നിങ്ങൾക്ക് നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു OMRന്റെ ജസ്റ്റ് ഒരു ഡെമി നമുക്ക് കിട്ടും. ഇത് പ്രിന്റ് എടുത്തിട്ട് ബബിൾ ചെയ്ത് ശീലിക്കുക. ആ ബബിൾ ചെയ്യുന്ന സമയത്ത് തന്നെ കുറെ കാര്യങ്ങൾ ഉണ്ടാവും. നമ്മുടെ എക്സാം അടുപ്പിക്കുന്ന സമയത്ത് എന്തായാലും വെബിനാർ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, ആ സമയത്ത് പറയാൻ വിചാരിച്ചിട്ടുണ്ട്. എന്നാലും ഒന്ന് ജസ്റ്റ് ഒന്നുകൂടെ പറയാൻ, നേരത്തെ പറഞ്ഞ 18% ബാക്കി 82% ഫെയിൽ എന്ന് പറഞ്ഞല്ലോ. ആ ഫെയിൽ ആയവരിൽ തന്നെ റോൾ നമ്പർ തെറ്റിച്ച ആൾക്കാരുണ്ട്. റോൾ നമ്പർ തെറ്റിക്കുക എന്ന് പറഞ്ഞാൽ ബബിൾ ചെയ്ത് പുറത്താവുക, അല്ലെങ്കിൽ ബബിളിംഗ് കറക്റ്റ് ആവാതിരിക്കുക, അല്ലെങ്കിൽ ഒരേ സ്ഥലത്ത് തന്നെ 2 ബബിളിംഗ് വരിക. അങ്ങനെയൊക്കെ ബബിളിംഗ് തെറ്റിച്ച ആൾക്കാർ ഈ 82%-ലുണ്ട്. അപ്പൊ നമ്മൾ പഠിക്കാത്തവര് എന്ന് നമുക്ക് ഇങ്ങനെ മുദ്ര കുത്താൻ പറ്റില്ലെങ്കിലും, അതായത് പറഞ്ഞ ബഹുഭൂരിപക്ഷ ആൾക്കാർ പ്രിപ്പയർ ചെയ്തിട്ടില്ല, പഠിച്ചിട്ടില്ല എന്ന് പറയാനുള്ള കാരണം ബാക്കിയുള്ള ചെറിയ പെർസെന്റേജ് എന്ത് ചെയ്തിട്ടുണ്ട്, OMR വന്ന തെറ്റ് കാരണം അവർക്ക് സെറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ OMR അത്രയും ഇമ്പോർട്ടന്റ് ആണ്, അത് സൂക്ഷിച്ച് തന്നെ ചെയ്യാം. അത് പ്രിലിമിനറി ഡീറ്റെയിൽസ് ഉണ്ട്, നിങ്ങളുടെ പേര്, നിങ്ങളുടെ റോൾ നമ്പർ, നിങ്ങളുടെ ക്വസ്റ്റ്യൻ സെറ്റ്, അതേപോലെ തന്നെ നിങ്ങളുടെ മീഡിയ, അതൊക്കെ എന്ത് ചെയ്യുക, ശ്രദ്ധിച്ച് മാത്രം ചെയ്യാം. എക്സാമിന്റെ അരമണിക്കൂറെ മുന്നേക്ക് എത്തിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, റിലാക്സ് ആയിട്ട് ചെയ്യാന്നുള്ളതാണ്. ഒരു ഹറിബറി ഇല്ലാതെ അത് എന്ത് ചെയ്യുക, മെല്ലെ 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 ചെയ്തിട്ട് അതിലൊരു തെറ്റും വരാതിരിക്കാം. പിന്നെ ചെയ്യാനുള്ള അവസാനത്തെ 15-20 മിനിറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുവരെ എന്തായാലും നിങ്ങൾ കുറെ സമയം കളഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ചോദ്യത്തിന് തന്നെ കുറെ സമയം കളഞ്ഞിട്ടുണ്ടാവും. ചിലപ്പം മാർക്ക് ചെയ്യാൻ ഏകദേശം ഒരു 60-70 ക്വസ്റ്റ്യൻസ് ബാക്കി ഉണ്ടെന്ന് വെക്കാം. നിങ്ങൾ എന്ത് ചെയ്യുക, പിന്നെ അവിടെ നിങ്ങൾ ആൻസർ നോക്കരുത്. ആൻസർ നോക്കി നിങ്ങൾക്ക് ഉള്ളം കൂടി നഷ്ടപ്പെടും. നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്കി ഫുള്ള് ഇങ്ങനെ ബബിൾ ചെയ്ത് പോവാം. അത് ഞാൻ അത്ര പ്രൊമോട്ട് ചെയ്യുന്നില്ലെങ്കിലും, പക്ഷെ നമുക്കൊരു അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഭാഗ്യ പരീക്ഷണം എന്നുള്ളതാണ്. ആ ഒരു 70 ചോദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ ഭാഗ്യ പരീക്ഷണം എന്നുള്ള രീതിയിൽ വിട്ടേക്കാം. പക്ഷെ ഒന്നും അറ്റൻഡ് ചെയ്യാതിരിക്കുന്നത് നല്ല, എന്തെങ്കിലുമൊക്കെ അറ്റൻഡ് ചെയ്യുന്നല്ല. അറ്റൻഡ് ചിലപ്പോൾ ഒരു പക്ഷേ ശരിയാണെങ്കിൽ 1-2 മാർക്ക് കിട്ടാലോ, 1-2 എന്നല്ല, എന്നാലും കുറച്ചെങ്കിലും മാർക്ക് കിട്ടാലോ. അപ്പൊ ഒന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല, നമുക്ക് എന്ത് ചെയ്യില്ല, മാർക്ക് കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ലാസ്റ്റത്തെ സമയം നിങ്ങൾ അതിനു വേണ്ടി തന്നെ ചെലവാക്കുക. ഓക്കെ, പല ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, കുറെ അറ്റൻഡ് ചെയ്യാൻ വിട്ടുപോയി, കുറെ ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല. ലാസ്റ്റ് 15-20 മിനിറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, അതിനു വേണ്ടി ചെലവാക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് ഇത്ര 2024 മുതൽ 26 വരെയുള്ള കറണ്ട് അഫയേഴ്സ് നമുക്ക് നോക്കാൻ, അല്ലെങ്കിൽ അത്രയും നമുക്ക് പഠിക്കാൻ കുറെ ബുദ്ധിമുട്ടായിരിക്കും. അതിന് നമ്മൾ എന്ത് ചെയ്യാം, ബാക്കിയുള്ളതിന് സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. ഓക്കെ, ദെൻ സ്പോർട്സ് ആൻഡ് ഗെയിംസ് ആണ്. അതുപോലെ തന്നെ ഇവന്റ്സ്, പേഴ്സൺ, അവാർഡ് അല്ലേ. നമുക്ക് അവാർഡ് നോക്കുന്ന സമയത്ത് നോബൽ പ്രൈസും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം. പിന്നെ സ്പോർട്സ് ആൻഡ് ഗെയിംസ് ആണ്. പിന്നെ ഫിലിം അവാർഡ്, ലിറ്ററേച്ചർ അവാർഡ്, മ്യൂസിക് അവാർഡ് കാര്യങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് നോക്കാം. സോറി. ഓക്കെ, ഇത്രയാണ് കറണ്ട് അഫയേഴ്സ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമ്മൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലേക്ക് പോവാണ്. ഓക്കെ, നമ്മൾ ജനറൽ നോളജ് എന്താന്ന് നോക്കി, അത് കഴിഞ്ഞതിനടുത്ത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആണ്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് വരുന്ന സമയത്ത് ഫൗണ്ടേഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ അല്ലെ. നമ്മൾ എക്സാം ഇപ്പോൾ ടീച്ചറാണ്, എഴുതാൻ പോകുന്ന എക്സാം ആണ്. ഇപ്പൊ ഫൗണ്ടേഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ, എഡ്യൂക്കേഷന്റെ ഫൗണ്ടേഷൻ 3 ഫൗണ്ടേഷൻ ആണ്. ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻ, സോഷ്യൽ ഫൗണ്ടേഷൻ ആൻഡ് സൈക്കോളജിക്കൽ ഫൗണ്ടേഷൻ. ഈ 3 ഫൗണ്ടേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. ജസ്റ്റ് സിലബസ് പറയുന്നേ ഉള്ളൂ. നിങ്ങളിപ്പം BEd ഫസ്റ്റ് ഇയർ ആണെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാൻ തുടങ്ങാം. ഓക്കെ, എന്താ ഇപ്പൊ നിങ്ങളിപ്പോ സൈക്കോളജി കുറെ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്നുണ്ടാവും. ആ സൈക്കോളജി പഠിക്കുന്ന സമയത്ത് തന്നെ ആരെയാണോ ഇപ്പോൾ പിയാഷെയാണ് പഠിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ബ്രൂണറാണ് പഠിക്കുന്നതെങ്കിൽ, ആ ബ്രൂണറെ ഒരു കൺസെപ്റ്റ് മാപ്പ് നിങ്ങൾ തയ്യാറാക്കി വെച്ചേക്കാം. ആ ബ്രൂണർ എന്തൊക്കെയാണോ പറഞ്ഞത്, കോട്ട് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കൊണ്ടുവന്നതെന്നുള്ള ഒരു കൺസെപ്റ്റ് മാപ്പ് ഒരു പേജിലേക്ക് നിങ്ങൾക്ക് മാറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കോമ്പറ്റേറ്റീവ് എക്സാമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അല്ലാതെ ചിലപ്പോൾ ഒരു പക്ഷേ BEdനും PGക്കൊക്കെ ചിലപ്പോൾ നല്ല മാർക്ക് ഉണ്ടാവും, നിങ്ങൾ ഫസ്റ്റ് ക്ലാസ് വിത്ത് ഡിസ്റ്റിങ്ഷൻ ഒക്കെ വാങ്ങിയിട്ടുണ്ടാവും. പക്ഷേ അവരും ഈ നേരത്തെ പറഞ്ഞ 82% പോയിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? അവർ കൃത്യമായിട്ട്, അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി വെച്ച് പഠിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം അറ്റൻഡ് ചെയ്യാനുള്ള പ്രശ്നം അവർക്കുണ്ട്. അവർ ചിലപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് എക്സാം ചെയ്യുന്നുണ്ടാവും. ഈ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് അവർ എന്ത് ചെയ്യും, കുറെ ഇങ്ങനെ ഇങ്ങനെ പോകുന്നുണ്ടാവും. പക്ഷെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു ആൻസറിലേക്ക് എത്താൻ പറ്റാത്ത കുറെ പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ഒരു പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഓരോരുത്തർ ഇപ്പൊ തിയറിയാണ് പഠിക്കുന്നതെങ്കിൽ ആ തിയറി നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു തിയറി ആണെങ്കിൽ ആ തിയറിയായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളുടെ ഒരു പേജിലേക്ക് മാറ്റാം. അടുത്തൊരു തിയറിസ്റ്റ് ആരാണോ പഠിക്കുന്നത് അദ്ദേഹത്തിന്റെ പേരും ഫോട്ടോയും എന്തൊക്കെയാണുള്ളത് അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പേജിലേക്ക് മാറ്റാം. അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഓരോന്നിനും പ്ലാൻ ചെയ്ത് കൊണ്ടുപോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാം. അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരില്ല, ഒരു ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരില്ല, അല്ലെങ്കിൽ ഒരു റോട്ട് ലേണിങ്ങിന്റെ ആവശ്യം ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് പറയുന്നത് ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻ ആണ്. എഡ്യൂക്കേഷൻ ഫിലോസഫി, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫിലോസഫി ആൻഡ് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷനും ഫിലോസഫിയും തമ്മിലുള്ള റിലേഷൻ എന്താണ്, മേജർ ഫിലോസഫിക്കൽ ഡിവിഷൻസ്, അതിന്റെ ഇമ്പാക്ട്,
പിന്നെ അതേപോലെ തന്നെ അതെങ്ങനെയാണ് കരിക്കുലത്തിലേക്കും മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്ങിലേക്കും പിന്നെ ടീച്ചർ ലായിലേക്കൊക്കെ എങ്ങനെയാണ് ഫിലോസഫി ഇൻക്ലൂഡ് ആയത് നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ മേജർ ഫിലോസഫിക് സിസ്റ്റം, സ്കൂൾ ഓഫ് സിസ്റ്റം, ഇന്ത്യ ഫിലോസഫി ഉണ്ട്, ബുദ്ധിസം എന്താണ്, ജൈനിസം എന്താണ്, ഇസ്ലാമിക് തോട്ട് എന്താണ്, ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്ന ബി.എഡിലൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. മേജർ ഫിലോസഫിക്കൽ സിസ്റ്റം ഇൻ ദ വെസ്റ്റ്, അതായത് ഐഡിയലിസം, നാച്ചുറലിസം, പ്രാഗ്മാറ്റിസം, ഹ്യൂമനിസം, റിയലിസം, ഡെമോക്രസി, ക്രിട്ടിക്കൽ പെഡഗോഗി, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ബി.എഡ് പഠിക്കുന്നുണ്ട്. ആ ബി.എഡ് പഠിക്കുന്ന കാര്യം തന്നെയാണുള്ളത്. ഒരുപക്ഷെ ബി.എഡ് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് കുറച്ചും കൂടെ സെറ്റ് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ആ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് വേറെ എക്സ്ട്രാ എഫേർട്ട് എടുക്കണ്ട. പക്ഷെ ഒരു പക്ഷേ ഇത് ബി.എഡ് കഴിഞ്ഞവരുണ്ടെങ്കിൽ അവർക്ക് കുറച്ചും കൂടി എഫേർട്ട് എടുക്കേണ്ടി വരും. കാരണം ഇത് ഒന്നേനെ പഠിക്കേണ്ടി വരും. മറ്റവരിങ്ങനെ പഠിക്കുന്ന സമയത്ത് തന്നെ എക്സാം ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷെ ഇനി പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു വേറെ എന്തെങ്കിലും വർക്കിനൊക്കെ കയറിയവരാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അവരെന്ത് ചെയ്യണം, ഇതിന് സമയം കണ്ടെത്തിയേ മതിയാവുള്ളൂ. മറ്റവർക്ക് പിന്നെ ബി.എഡ് പഠിക്കുന്ന പകൽ ടൈമെങ്കിലും നമുക്ക് അവർക്ക് വിനിയോഗിക്കാന്നെങ്കിലും പറയാം. പക്ഷെ പഠിച്ചു കഴിഞ്ഞവർ അതിന് ബാക്കി മറ്റുള്ള പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം എന്ത് ചെയ്യേണ്ടി വരും, ഒന്ന് കണ്ടെത്തേണ്ടി വരും. അതേപോലെ തന്നെ നമ്മൾ ഫിലോസഫി പഠിക്കുന്ന സമയത്ത് എമിനന്റ് തിങ്കേഴ്സ് ഉണ്ട്. ഗാന്ധിജി, ടാഗോർ, റൂസോ, പ്ലാറ്റോ, വിവേകാനന്ദ, ജോൺ ഡൂയി, പോലോ ഫ്രയർ, ഇവരൊക്കെ ഉണ്ട്. ഇവരൊക്കെ എന്തിനാ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ പേജിൽ ഇവരെങ്ങനെ മാറ്റി 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 നിർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് എക്സാമും ക്ലിയർ ചെയ്യാൻ പറ്റും. HSST, അതായത് ഹയർ സെക്കൻഡറി ലെവൽ PSC എക്സാം നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. ഇതേ ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾക്ക് UPSC-യിലും ഉണ്ടാവും. അതേപോലെ തന്നെ LPST-യിലൊക്കെ നിങ്ങൾക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. 120 ക്വസ്റ്റ്യൻ ജനറൽ നോളജ് എത്ര മാർക്ക്, ആപ്റ്റിറ്റ്യൂഡ് എത്ര മാർക്ക് എന്നുണ്ടോ? ഇല്ല. അതാണ് ഒരു പ്രശ്നമുള്ള ഒരു കാര്യം. അതായത് ഒരു ഫിക്സഡ് മാർക്ക് ടോപ്പിക്കിന് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ അവിടെ നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ത് ചെയ്യുക, ഒന്ന് നോക്കിയിട്ട് ഏറെക്കുറെ ചില ക്വസ്റ്റ്യൻസ് എന്ത് വരും, കുറച്ചും കൂടെ ഒരു മെജോറിറ്റി ഒരു വെയിറ്റേജ് കൊടുക്കും. പക്ഷെ എന്നാലും അങ്ങനെ ഒരു ഫിക്സഡ് വെയിറ്റേജ് അവർ കൊടുത്തിട്ടില്ല. ഏകദേശം ഒരു 10 മുതൽ 20 വരെ ചോദ്യങ്ങൾ, അതായത് 6 യൂണിറ്റ് ആണ് നമുക്കുള്ളത് പേപ്പർ 1-ല്. 6 യൂണിറ്റ് ടോട്ടൽ 120 ചോദ്യമാണ്. അപ്പോൾ ഒരു യൂണിറ്റ് 20 ചോദ്യം എന്നുള്ള രീതിയിലാണ് പോകുന്നത്. പക്ഷേ 20 ചോദ്യം ചിലതിനുണ്ടാവില്ല, ചിലതിന് 10 ചോദ്യമായിരിക്കും. ഒരു 10 മുതൽ 20 വരെ ചോദ്യം എന്നുള്ള രീതിയിലാണ് വെയിറ്റേജ് പോകുന്നത്. അങ്ങനെ ഇന്നൊരു യൂണിറ്റിന് ഇത്ര വെയിറ്റേജ് എന്ന് പറഞ്ഞില്ല. അതാണ് ഒരു പ്രശ്നമുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഈക്വൽ വെയിറ്റേജ് ആണുള്ളത്. ആ വെയിറ്റേജ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഒന്ന് നോക്കേണ്ടി വരും. ക്ലിയർ അല്ലേ? ദെൻ നമ്മൾ എമിനന്റ് തിങ്കേഴ്സിനെ നോക്കി കഴിഞ്ഞാൽ വാല്യൂ എഡ്യൂക്കേഷൻ ആണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് വാല്യൂസ്, സിഗ്നിഫിക്കൻസ് ഓഫ് വാല്യൂ എഡ്യൂക്കേഷൻ, റിലീജിയസ് ആൻഡ് മോറൽ എഡ്യൂക്കേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് വാല്യൂസ്, വാല്യൂ ക്രൈസിസ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. ദെൻ അടുത്ത് സോഷ്യോളജിക്കൽ ഫൗണ്ടേഷൻ ആണ്. സോഷ്യോളജിക്കൽ ഫൗണ്ടേഷൻ നോക്കുന്ന സമയത്ത് റിലേഷൻ ബിറ്റ്വീൻ എഡ്യൂക്കേഷൻ സോഷ്യോളജി അല്ലേ, നമ്മൾ നേരത്തെ ഫിലോസഫി എഡ്യൂക്കേഷൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ എന്തുണ്ട്, എഡ്യൂക്കേഷനും സോഷ്യോളജിയും തമ്മിലുള്ള റിലേഷൻ ഉണ്ട്. അതുപോലെ മീനിങ് എന്താണ്, സ്കോപ്പ് എന്താണ്, പിന്നെ സോഷ്യൽ ഫങ്ഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ, എഡ്യൂക്കേഷൻ സോഷ്യൽ ഫങ്ഷൻ എന്താണ്, പിന്നെ സോഷ്യൽ ചേഞ്ചസ് ആൻഡ് എഡ്യൂക്കേഷൻ സോഷ്യൽ ചേഞ്ചസ് കാര്യങ്ങൾ എന്തൊക്കെയാണ്, സോഷ്യൽ മൊബിലിറ്റി, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി, ക്ലാസ്, റിജിയൻ, എത്നിസിറ്റി, ലാംഗ്വേജ്, ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ എഡ്യൂക്കേഷനെ സ്വാധീനിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ അറിഞ്ഞിരിക്കണം. ദെൻ എഡ്യൂക്കേഷൻ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, മേജർ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്താണ്, അതിന്റെ റോൾ എന്താണ്, പിന്നെ എങ്ങനെയാണത്, പിന്നെ ഡെമോക്രസിയും സെക്യുലറിസം ഒക്കെ എങ്ങനെയാണ്, പിന്നെ നാഷണൽ ഇന്റഗ്രേഷൻ എങ്ങനെയാണ് എഡ്യൂക്കേഷനെ സ്വാധീനിക്കുന്നത്, പിന്നെ എഡ്യൂക്കേഷൻ സോഷ്യലൈസേഷൻ എന്താണ്, ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, ടീച്ചേഴ്സ് ആസ് ഏജന്റ്, അതായത് ചേഞ്ച് ഏജന്റ്, നാഷണൽ ബിൽഡർ, ഒരു നാഷണൽ ബിൽഡർ ആവാൻ അല്ലെങ്കിൽ ചേഞ്ച് ഏജന്റ് ആവാൻ ടീച്ചർ എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്, പിന്നെ എങ്ങനെയാണ് കൾച്ചർ ലാഗ് എന്താണ്, കൾച്ചർ ഇനീഷ്യ എന്താണ്, കൾച്ചർ ഡിഫ്യൂഷൻ എന്താണ്, അതായത് എല്ലാ കാര്യങ്ങളും സോഷ്യലായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം, എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇങ്ങനെ തോന്നുന്നുണ്ടോ ഇത്രയൊക്കെ പഠിക്കാനുണ്ടോ, കാരണം ഞങ്ങൾ വിചാരിച്ച സെറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ സബ്ജക്റ്റും ചെറിയ ജനറൽ നോളജ് എന്ന് പറയുമ്പോൾ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ നോക്കുന്ന സമയത്ത് ഒരു വലിയ കാര്യം ഉണ്ടോ എന്ന് വെച്ചാൽ നമ്മൾ അറിയുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു ടീച്ചർ അറിയേണ്ട കാര്യങ്ങൾ മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ അല്ലേ. ഒരു എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾ എലിജിബിൾ ആണെന്ന് അറിയാൻ വേണ്ടിയല്ലേ. അപ്പൊ ഒരു ടീച്ചർ അറിഞ്ഞിരിക്കേണ്ട കാര്യം മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ B.Ed പഠിക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കി പോവുകയാണെങ്കിൽ ഇതൊരു എന്താ പറയുക, ഒരു ബേർഡൻ ആയിട്ട് നിങ്ങൾക്ക് മാറൂല. അടുത്ത സൈക്കോളജി ആണ്. നമ്മൾ പറഞ്ഞ 3 ഫൗണ്ടേഷൻസ് ആണ്, ഫിലോസഫി, സോഷ്യോളജി, ദെൻ അടുത്ത് സൈക്കോളജിക്കൽ ഫൗണ്ടേഷൻ ആണ്. എഡ്യൂക്കേഷൻ സൈക്കോളജി അല്ലെ, മീനിങ് എന്താണ്, സ്കോപ്പ് എന്താണ്, ഫീൽഡ് ഓഫ് സൈക്കോളജി, എഡ്യൂക്കേഷൻ സൈക്കോളജി എന്താണ്, പിന്നെ ക്ലിനിക്കൽ സൈക്കോളജി എന്താണ്, അപ്ലിക്കേഷൻ ഓഫ് സൈക്കോളജി എന്താണ്, ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് എന്താണ്, ലൈഫ് സ്കിൽസ് എന്താണ്, പിന്നെ പേഴ്സണാലിറ്റി അല്ലെ, പേഴ്സണാലിറ്റി അപ്രോച്ചസ് അറിയാം. പിന്നെ അതുപോലെ തന്നെ ബിഹേവിയറിസ്റ്റിക് അപ്രോച്ച്, ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച്, ട്രൈറ്റ് അപ്രോച്ച്, മോട്ടിവേഷൻ, ഇന്റലിജൻസ്, സോഷ്യൽ ആൻഡ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, അഡോൾസെന്റ് ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, ഇത്രയും നമ്മൾ സൈക്കോളജി പഠിക്കുന്ന എല്ലാം നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെയാണോ സൈക്കോളജി ഫസ്റ്റ് സെമ്മിലും സെക്കൻഡ് സെമ്മിലും പഠിച്ച അതേ കാര്യം തന്നെ എന്തുണ്ട് ഇതിലുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ നിങ്ങൾ B.Ed വേണ്ടി മാത്രം നിങ്ങൾ എന്ത് ചെയ്യരുത്, സൈക്കോളജി പഠിക്കരുത്. B.Ed എക്സാം കംപ്ലീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ B.Ed എക്സാമിലൊരു
ഫുൾ മാർക്ക് വാങ്ങാന്നുള്ള രീതിയിൽ നിങ്ങൾ മീൻസ് ജസ്റ്റ് റോട്ട് ലേൺ ചെയ്ത് ഇന്ന് പഠിച്ച് നാളെ എക്സാം എഴുതി പിന്നെ മറന്നു പോകുന്ന രീതിയിൽ നിങ്ങൾ പഠിക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യാന്ന് മനസ്സിലാക്കി, കൺസെപ്റ്റ് മനസ്സിലാക്കി, ഓരോ തിയറി മനസ്സിലാക്കി, ഒരു അപ്രോച്ച് മനസ്സിലാക്കി നിങ്ങൾ എന്ത് ചെയ്യാൻ മുന്നോട്ട് പോകാന്നുള്ളതാണ്. അടുത്ത മൊഡ്യൂൾ 4 ആണ് ഹിസ്റ്ററി ആൻഡ് പോളിസീസ് ഓഫ് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ ഹിസ്റ്ററി എന്താണ്, പോളിസീസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഹിസ്റ്ററി ഓഫ് എഡ്യൂക്കേഷൻ കേരള ആൻഡ് ഇന്ത്യ. ഇന്ത്യൻ ഹിസ്റ്ററി അറിയണം, എഡ്യൂക്കേഷൻ ഹിസ്റ്ററി അറിയണം, കേരള ഹിസ്റ്ററി അറിയണം. ഓക്കെ, ഏർലി എഡ്യൂക്കേഷൻ ഹിസ്റ്ററി ഇൻ ഇന്ത്യ. പണ്ട് എങ്ങനെയായിരുന്നു എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നത്, പിന്നീട് എങ്ങനെ എന്തൊക്കെയാണ് മാറ്റങ്ങളാണ് വന്നത്, ആ ഒരു ഡെവലപ്മെന്റ് എന്ത് ചെയ്യണം നമ്മൾ അറിയണം. അതായത് സ്വാതന്ത്ര്യത്തിന് മുന്നേ എന്തായാലും ശേഷം എന്താണെന്നുള്ള ആ ഒരു ഡെവലപ്മെന്റ് എന്ത് ചെയ്യണം നമ്മൾ അറിയിക്കണം. അതേപോലെ തന്നെ പോളിസീസ് ഉണ്ടല്ലോ, റിപ്പോർട്ട്സ്, പോളിസി ഒക്കെ ഉണ്ട്. NP, ഇപ്പൊ പുതുതായിട്ട് വന്ന NEP ഒക്കെ എന്ത് ചെയ്യും ഇതിലൊക്കെ വരുന്നതാണ് കേട്ടോ. NEP-യുടെ ക്വസ്റ്റൻസ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. NEP-ന്റെ ആ സ്ട്രക്ചറും കാര്യങ്ങളും എന്തൊക്കെയാണ്, റെക്കമെൻഡേഷൻസ് ഒക്കെ എന്ത് എല്ലാം ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ആക്ട്, എന്തൊക്കെ ബില്ല്, അതായത് എഡ്യൂക്കേഷനായിട്ട് ഹയർ എഡ്യൂക്കേഷനായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ ബില്ലുകളാണ് അല്ലെ എന്തൊക്കെ ആക്ടുകളാണ് വന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. പിന്നെ കുറെ പ്രോഗ്രാംസ് ഉണ്ട് അല്ലെ, നമുക്കറിയുന്ന RT, DPEP, SSA, RMSA, RUSA, ഇങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻസ് എന്താണ്, എഡ്യൂക്കേഷനിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ UGC, NCTE, NCERT, NUP, SCRT, DAT, CT, CAT, അങ്ങനെ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ചില സാധനത്തിനൊക്കെ പേരൊക്കെ മാറിയിട്ടുണ്ടാവും. ഓക്കെ, റൂസ എന്നുള്ളത് ഇപ്പം PM ഉഷ ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, റൂസ അതായത് രാഷ്ട്രീയ ഉച്ചതാർ ശിക്ഷ അഭിയാൻ എന്നുള്ളത് പ്രധാനമന്ത്രി ഉച്ചതാർ ശിക്ഷ അഭിയാൻ, ആ രീതിയിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, മാറിയിട്ടുണ്ട്. അപ്പോൾ റൂസ, അപ്പോൾ അങ്ങനെ കുറെ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ആ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ള എന്ത് ചെയ്യാന്ന് ഓർത്ത് വെച്ചേക്കേണ്ടി വരും. അടുത്ത യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ടീച്ചിങ്, ലേണിംഗ് ആൻഡ് ഇവാലുവേഷൻ ആണ്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, അതായത് ടീച്ചറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് കാര്യങ്ങൾ അറിയണം. ടീച്ചിങ് ആസ് എ പ്രൊഫഷൻ, സ്കിൽ ബേസ്ഡ്, തിയററ്റിക്കൽ നോളജ്, ടീച്ചിങ് കോമ്പറ്റൻസി, പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് കാര്യങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. പിന്നെ റിഫ്ലക്റ്റീവ് പ്രാക്ടീസ്, പ്രൊഫഷണൽ ഡെവലപ്മെന്റ്, ടീച്ചർ ക്യാരക്ടറിസ്റ്റിക്സ് എന്ത് ചെയ്യുക ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. ടീച്ചിങ് മെത്തേഡ്സ് ആണ്. ടീച്ചിങ് മെത്തേഡ്സ് ആണ്, ടീച്ചിങ് സ്കിൽ എന്താണ്, മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ഏതൊക്കെയാണ്, ടെക്നിക്സ് എന്താണ്, അതേപോലെ തന്നെ പിയർ ടീച്ചിങ്, മെന്ററിങ്, ഇതൊക്കെ നിങ്ങൾ ഇതൊന്നും ഞാൻ ജസ്റ്റ് ഒരു ഓവറോൾ പറഞ്ഞു പോവാണ്. ഇപ്പൊ ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും ഒരു എക്സാം ഏകദേശം ഒരു 120-240 എക്സാം മാർക്കിന്റെ എക്സാമിനെ ഏകദേശം ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് പറഞ്ഞാൽ തീരൂല. ജസ്റ്റ് എന്തൊക്കെയാണെന്ന് ഒരു ഔട്ട്ലൈൻ നിങ്ങൾക്ക് തരാണ്. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് പ്രിപ്പയർ ആവുക. അങ്ങനെ പ്രിപ്പയർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടെ വരെ ഒരുപാട് പേരുണ്ട്. ഐഫർ എഡ്യൂക്കേഷൻ നിങ്ങൾ കൂടെ തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ആ ഒരു സ്ട്രാറ്റജി മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രിപ്പയർ ആവാൻ വേണ്ടി അല്ലെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു നല്ലൊരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പ്ലാന്, അതേപോലെ തന്നെ ഹാപ്പി ലേണിംഗ് എക്കോ സിസ്റ്റം നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഐഫർ ഉണ്ട്. ഐഫറിന്റെ കോഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വാട്സപ്പിലൊക്കെ അറിയിക്കുന്നുണ്ട്. ഇതിൽ തന്നെ ലിങ്ക് ഒക്കെ വരുന്നുണ്ട്. ആ ഒരു പുതിയ ബാച്ച് തുടങ്ങിയിട്ടുണ്ട്. ആ ബാച്ചിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അതിൽ കൂടെ നോക്കാം. അതിന്റെ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ട്. ഓക്കെ, ടീച്ചിങ് ലേണിംഗ് റിസോഴ്സസ് കാര്യങ്ങൾ എന്ത് ചെയ്യണം ഒന്ന് അറിഞ്ഞു വെച്ചേക്കാം. പിന്നെ നമ്മൾ ലേണിംഗ് എന്താണ്, ലേണിംഗ് തിയറീസ് ഏതൊക്കെയാണ് അല്ലെ, നമ്മൾ ഇതുവരെ അല്ലേ നേരത്തെ ഒന്നും പിയാഷെ ഒന്നും കണ്ടിട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പം നോക്ക് ലേണിംഗ് തിയറീസ് വരുന്നുണ്ട്. പിയാഷെ, വിഗോസ്കി, ഗാഗ്നെ, ബ്രൂണർ, ഹോസ്ബില്, ബ്ലൂം, ഇവരൊക്കെ എന്ത് ചെയ്യണം നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്ലിക്കേഷൻ അല്ലെ, ഈ തിയറീസിന്റെ ഒക്കെ അപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. ലേണിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് അറിയണം. ലേണിംഗ് എൻവയോൺമെന്റ് അറിയണം. ലേണേഴ്സ് വിത്ത് സ്പെഷ്യൽ നീഡ്സ് അല്ലെ, സ്പെഷ്യൽ നീഡ് ആയ കുട്ടികളെ എങ്ങനെ നമ്മൾ ട്രീറ്റ് ചെയ്യണം, അവിടെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഒരുക്കണം എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇവാലുവേഷൻ അല്ലെ, നമ്മൾ ഇതൊക്കെ രീതിയിലൊക്കെ പഠിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം, ആ ഇവാലുവേഷനിൽ നമുക്ക് എന്തൊക്കെ ചെക്ക് ചെയ്യാനുണ്ട്, ഏതൊക്കെ രീതിയിൽ നമ്മൾ നോക്കണം, ഏതൊക്കെ ടെസ്റ്റുകളാണ് നമുക്കുള്ളത്, കണ്ടിന്യൂസ് ഇവാലുവേഷൻ ഉണ്ട്, അച്ചീവ്മെന്റ് ടെസ്റ്റ്, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, അങ്ങനെ ഒരുപാട് ടെസ്റ്റുകളുണ്ട്. നമ്മൾ പഠിക്കുന്ന നിങ്ങൾ ഇവിടെയൊക്കെ നോക്കിക്കേ, ഇതൊന്നും ഇപ്പം BEd കഴിഞ്ഞവരോടാണ് ഞാൻ പറയുന്നത്, അല്ലെ BEd സെക്കൻഡ് ഇയറുള്ളതാണ് ഞാൻ പറയുന്നത്. പക്ഷെ നിങ്ങൾ നോക്കിക്കേ, ഇതൊന്നും നിങ്ങൾ പഠിക്കാത്ത കാര്യമല്ലല്ലോ, ഇതെല്ലാം നിങ്ങൾ പഠിച്ചതാണ്, ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞ കാര്യമാണ്. ഓക്കെ, പക്ഷെ ഇപ്പം BEd ഫസ്റ്റ് ഇയർ ആയിരിക്കും ചിലപ്പോൾ ചെറിയ പ്രയാസം ഉണ്ടാവും ഇതൊക്കെ എന്തൊക്കെയാണെന്നുള്ളത്. പക്ഷെ നിങ്ങൾ സെക്കൻഡ് സെം അല്ലെ തേർഡ് സെം എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും. ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞ കാര്യമായിരിക്കും. ഓക്കെ, ഇവാലുവേഷൻ നോക്കും, ടെർമിനൽ ഇവാലുവേഷൻ ഉണ്ട്, ഗ്രേഡിംഗ് ഉണ്ട്, ഫീഡ്ബാക്ക് ആൻഡ് റെക്കമെൻഡേഷൻ ഉണ്ട്. ലാസ്റ്റ് യൂണിറ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ബാരിയേഴ്സ് ഇൻ കമ്മ്യൂണിക്കേഷൻ, ക്ലാസ് റൂം ആപ്ലിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് അറിയണം, ടെക്നോളജി അറിയണം, എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. ടെക്നോളജി വരുന്ന സമയത്ത് കമ്പ്യൂട്ടറും ICT. ഓക്കെ, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ നോളജ് നമുക്ക് ഉണ്ടാകും അല്ലേ. നമുക്കറിയാം ഒരു ടീച്ചർ ഇപ്പോൾ നമ്മൾ BEd തന്നെ ICT ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ടീച്ചർ ഇതൊക്കെ അറിഞ്ഞിരിക്കണം. ഇതൊക്കെ നമുക്ക് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണം, കുട്ടിക്ക് ചെയ്തു കൊടുക്കണം. അതറിയുന്നതിന് മുന്നേ ടീച്ചേഴ്സ് എന്ത് ചെയ്യണം, ഇതിന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് കമ്പ്യൂട്ടറിന്റെ ICT ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, എന്തൊക്കെയാണ് നെറ്റ്വർക്ക്, എന്താണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക് എന്ത് ചെയ്യണം അറിഞ്ഞിരിക്കണം. ഓഫീസ് ടൂളുകൾ എന്താണ്, ICT എനേബിൾഡ് ലേണിംഗ് എങ്ങനെ സാധ്യമാക്കാൻ പറ്റും, ITIT സ്കൂൾ പ്രൊജക്ട് കാര്യങ്ങളൊക്കെ എപ്പോഴാണ് ഇവിടെയൊക്കെ നമുക്ക് ചോദിക്കാം. മൂക്ക് കോഴ്സുകൾ ഏതൊക്കെയാണ്, മൂഡിൽ ഏതൊക്കെയാണ്, ITIT സ്കൂളിൽ പ്രൊജക്ട് എന്തൊക്കെയാണ്, അതിന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്, അതൊക്കെ നമ്മളോട് ചോദിക്കും. ജനറൽ അപ്ലിക്കേഷൻസ് ചോദിക്കും, മൊബൈൽ ആപ്സും സോഷ്യൽ നെറ്റ്വർക്ക്. ഇനി
ഇനി വരാൻ പോകുന്ന AI ടൂളുകളൊക്കെ നമ്മൾ എന്ത് ഇതിൽ ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ റിസർച്ച് ഇൻ എഡ്യൂക്കേഷൻ ആണ്, എഡ്യൂക്കേഷണൽ റിസർച്ചുകൾ, ദെൻ എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ ആണ്, പ്ലാനിങ്, അതേപോലെ തന്നെ ഓർഗനൈസേഷൻ, സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ, പിന്നെ മാനേജ്മെന്റ് ആൻഡ് ഗവേണൻസ്, ഇന്റർനാഷണൽ ഏജൻസീസ് ആൻഡ് എഡ്യൂക്കേഷൻ. ഇത്രയാണ്. ഞാൻ ഓടിച്ചു പോയതാണ്, സ്പീഡ് പോയതാണൊക്കെ നന്നായിട്ട് അറിയാം. ജസ്റ്റ് ഒരു ഓറിയന്റേഷൻ, അവയർനെസ് തരാന്നുള്ള രീതിയിലാണ് ഞാൻ ഇങ്ങനെ ഓടിച്ചു പോയത്. ആ ഒരു മൊത്തം ഒരു പേപ്പർ 1ന്റെ ഒരു ജനറൽ ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? ഏറെക്കുറെ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഞാൻ വിചാരിച്ച പോലെ ഒന്നുമല്ല. അത് ഞാൻ ജസ്റ്റ് എന്റെ സബ്ജക്ട് മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ചെറുതായിട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇത് കണ്ടപ്പോൾ തന്നെ കിളി പോയി. പലതും ഉണ്ടാവും അല്ലെ? എന്തൊക്കെയാണ് നിങ്ങൾക്ക് പറയാം? ഒന്നുകിൽ കിളി പോയി എന്ന് പറയാം, അല്ലെങ്കിൽ കുറച്ചൊരു ഐഡിയ എനിക്ക് കിട്ടിയിട്ടുണ്ട്, എവിടെ തുടങ്ങണം എന്നുള്ള ഒരു ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ള നോളജ് കിട്ടിയിട്ടുണ്ട്. എന്ത് കിട്ടിയാണ് ജസ്റ്റ് ഒന്ന് പറയാമോ? എന്താ നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയെന്നുള്ളത്? മൊത്തം ഒരു ഐഡിയ കിട്ടിയോ, അല്ലെങ്കിൽ ഒന്നും മനസ്സിലായിട്ടില്ല, മൊത്തം കിളി പോയ, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയാണോ? എന്താ ഇപ്പൊ നിങ്ങൾക്ക് ഉണ്ടായി ഇത്രയും കാര്യം ക്ലിയർ ആയിട്ട് മനസ്സിലായി? ഇത് കഴിഞ്ഞിട്ടില്ലട്ടോ, ഞാൻ ജസ്റ്റ് ഇപ്പൊ ഒരു ഓവറോൾ സിലബസ് പറഞ്ഞുകൊണ്ടാണ്. ജസ്റ്റ് 2-3 ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കാനുണ്ട്. ഐഡിയ കിട്ടി? ഐഡിയ കിട്ടി? ഓക്കെ. ഐഡിയ കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് 2 ചോദ്യം ഞങ്ങൾക്ക് തരാം. എന്താണ് മനസ്സിലായി? ഓക്കെ. അതിന്റെ മുന്നേ ആയിട്ട് കുറച്ചുകൂടി കാര്യം പറയാണ്ട്. പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ആണ്. ജസ്റ്റ് ഒന്ന് പറയാം. സെറ്റ് എ ക്ലിയർ ഡെയിലി സ്റ്റഡി പ്ലാൻ അല്ലെ? നിങ്ങൾ എന്ത് ചെയ്യണം? ഡെയിലി സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കണം. അതേപോലെ തന്നെ ടൈം ഓരോ പാർട്ട് എക്കും പാർട്ട് ബിക്കും പേപ്പർ 1നും പേപ്പർ 2നും നിങ്ങൾ എന്ത് ചെയ്യണം? കുറച്ച് ടൈം നിങ്ങൾ അലോക്കേറ്റ് ചെയ്യണം. അത് തന്നെ പ്രീവിയസ് പേപ്പേഴ്സ് റെഗുലർ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യണം. അതിന് ടേക്ക് ടൈം കൊണ്ട് മോക്ക് ടെസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? അതിന് വേണ്ടി ടൈം കണ്ടെത്തണം. ഷോർട്ട് നോട്ട് റിവൈസ് ചെയ്യണം. ദെൻ ഇങ്ങനെ ഫ്രീക്വൻസി റിപ്പീറ്റ് ടോപ്പിക്സ് ഉണ്ടാവില്ല, അതിന് കൂടുതൽ ഫോക്കസ് ചെയ്യാം. അതായത് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന കുറെ ടോപ്പിക്സ് ഉണ്ടാവും. നേരത്തെ ആരും ചോദിച്ചിട്ടുണ്ടായിരുന്നു എത്ര മാർക്കാന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ. ആ മാർക്ക് അങ്ങനെ ഇല്ലെങ്കിലും ചില ടോപ്പിക്സ് റിപ്പീറ്റ് ആയിട്ട് സെയിം ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കാനുള്ള സാധ്യത ഉണ്ടാവും. സെയിം ക്വസ്റ്റ്യൻ എന്നാൽ ആ ഒരു ഏരിയയിൽ നിന്ന് എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. ആ ടോപ്പിക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? നന്നായിട്ട് ഫോക്കസ് ചെയ്യാം. പിന്നെ ന്യൂമോണിക്സ് നിങ്ങൾ എന്ത് ചെയ്യുക? ഉണ്ടാക്കുക. നേരത്തെ ഞാൻ പറഞ്ഞ തിങ്കേഴ്സിനും തിയറീസിനൊക്കെ വേണ്ടി ചെറിയ ചെറിയ നിങ്ങളേതായിട്ടുള്ള പഠിക്കാനുള്ള ന്യൂമോണിക്സ് നിങ്ങൾ ഉണ്ടാക്കുക. പിന്നെ കൺസെപ്റ്റ് ബേസ്ഡ് ഷോർട്ട് വീഡിയോസ് വാച്ച് ചെയ്യാം. പിന്നെ ക്വിക്ക് റിവിഷൻ നോട്ട്ബുക്ക്, ജോയിൻ പിയർ ഡിസ്കഷൻ ഗ്രൂപ്പ്, ഇതൊക്കെ നിങ്ങളെ സ്മാർട്ട് സ്റ്റഡി ടിപ്സ് ആണ്. പക്ഷേ ഈ ടിപ്സ് ഒക്കെ നിങ്ങൾക്ക് ഐഫറിന്റെ കോഴ്സിൽ അവൈലബിൾ ആണ് എന്നുള്ളതാണ് കേട്ടോ. അതിന്റെ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. അതുപോലെ തന്നെ ടൈം മാനേജ്മെന്റ് ആണ്. 120 മിനിറ്റ് ആണ്, 1 മിനിറ്റ് ആണ് ഒരു ചോദ്യത്തിന് ഉണ്ടാവുക. ആ ടൈം നിങ്ങൾ നന്നാക്കണം. അത് തന്നെ അറ്റംപ്റ്റ് നോൺ ക്വസ്റ്റ്യൻ ഫസ്റ്റ്, അറിയുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആദ്യം തന്നെ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്ത് കൂടുതൽ സമയം ചെലവഴിക്കരുത്. അതായത് ഒരു ചോദ്യത്തിന് മാക്സിമം പോയ 2 മിനിറ്റ് എടുക്കുക. അതിൽ കൂടുതൽ നിങ്ങൾ എന്ത് ചെയ്ത് വെറുതെ അതായത് ഒന്ന് കിട്ടൂലെന്ന് തോന്നുന്ന ക്വസ്റ്റ്യൻ ഉണ്ടാവുമല്ലോ. ഞാൻ മാത്സിന്റെ ക്വസ്റ്റ്യൻ അല്ല പറയുന്നത്, വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ കുറെ ആലോചിച്ച് എന്ത് ചെയ്യണ്ട, വെറുതെ സമയം കളയരുത്. പിന്നെ OMR ഷീറ്റ് നന്നായിട്ട് ഫില്ല് ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ കോമൺ മിസ്റ്റേക്സ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് പേപ്പർ 1 കുറച്ച് ഈസി ആണെന്ന് പറഞ്ഞ പേപ്പർ 1 ഒഴിവാക്കാനുള്ള സാധ്യത ഉണ്ട്, അവസാനം പഠിക്കാൻ വിചാരിക്കും. പക്ഷെ നിങ്ങൾ സിലബസ് ഒന്ന് നോക്കിക്കേ, അവസാനം പഠിക്കാൻ വിചാരിച്ചാൽ നടക്കൂല. ഓക്കെ, അപ്പൊ ഇഗ്നോർ ചെയ്യുന്ന സ്വഭാവം ഉണ്ട്, അത് നിങ്ങൾ എന്ത് ചെയ്യണം? ചെയ്യരുത്. ദെൻ ഫോക്കസ് ഓൺലി GK ആൻഡ് അഗ്രിഗേറ്റ് ആപ്റ്റിറ്റ്യൂഡ്. അതായത് GK മാത്രം ഫോക്കസ് ചെയ്യും, ആപ്റ്റിറ്റ്യൂഡ് ഒഴിവാക്കും. അപ്പൊ നോക്കിക്കേ, ഏകദേശം 60-60 എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക, അല്ലെങ്കിൽ 40-80 എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. പക്ഷെ നിങ്ങൾ GK മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ പഠിച്ച GK ഒന്നും വന്നിട്ടില്ല, എന്ത് ചെയ്യും? അപ്പൊ അങ്ങനത്തെ കുറെ പ്രശ്നം. അപ്പൊ പഠിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത്? ഒന്ന് മാത്രം ഫോക്കസ് ചെയ്യാതെ എല്ലാത്തിനും കൂടി പഠിക്കാം. പക്ഷെ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ഏരിയ ഉണ്ടെങ്കിൽ അതിന് കൂടുതൽ ഫോക്കസ് ചെയ്യാം. അതിന് റിവൈസ് ചെയ്യുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട്. പിന്നെ അതേപോലെ തന്നെ സ്കിപ്പിംഗ് മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? അറ്റൻഡ് ചെയ്യാത്ത പ്രശ്നം. പിന്നെ OMR ഷീറ്റിലെ എറർ കാര്യങ്ങൾ. ഓക്കെ, ഇത്രയാണ് കോമൺ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങളോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം, ഒരു റീസണിങ്ങിന്റെ ഒരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങൾക്ക് അറിയുമോ നോക്കിക്കേ. ഏകദേശം റീസണിങ് ലെവൽ എന്ന് പറയുമ്പോൾ ഈ ലെവലിൽ നല്ല ഇങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അങ്ങനെയാണ് ചോദിക്കാറുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഏതാണ് ഓപ്ഷൻ എന്നുള്ള പെട്ടെന്ന് പറഞ്ഞേ. In a certain code, if airline is noted as ENILRIA7, then railway. അത് എയർലൈനെ ഈ രീതിയിലേക്ക് മാറ്റുമെങ്കിൽ റെയിൽവേനെ എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് ചോദ്യം. എക്കണോമിക്സ് സിലബസ് ബേസ്ഡ് ക്വാളിറ്റി ബുക്സ് അവൈലബിൾ ആണോ? ക്വാളിറ്റി ബുക്സിനൊക്കെ നമുക്ക് കുറെ എന്താ പറയുക, കുറെ ലിമിറ്റേഷൻസ് ഉണ്ട്. പല ആൾക്കാർ ഗൈഡ് ബുക്സ് ഒക്കെ ഇറക്കുന്നുണ്ട്, അതിന്റെ ഒരു ഓതന്റിസിറ്റി ഒക്കെ നമുക്ക് നോക്കണം എങ്ങനെയൊക്കെയാണുള്ളത്. പക്ഷെ ഐഫറിന്റെ കോഴ്സിൽ നമ്മൾ എക്കണോമിക്സ് കൊടുക്കുന്നുണ്ട്, പേപ്പർ 1ഉം അതേപോലെ തന്നെ എക്കണോമിക്സിന്റെ കോഴ്സും ഉണ്ട്. അപ്പൊ അതിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇതേപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയലും
മോക്ക് ടെസ്റ്റും പിന്നെ ഡൗട്ട് ക്ലിയറൻസും PYQ ഡിസ്കഷനും വീക്കിലി ലൈവ് സെഷനും ഒക്കെ ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. ഓക്കെ, അപ്പൊ അതിലെന്തായാലും ഒരു എന്താ പറയുക, ഇതേപോലെ ഒരു അവരുടേതായിട്ട് തന്നെ നോട്ടുകളുണ്ട്. അതായത് ഐഫറിന് ഇറക്കുന്ന കുറെ നോട്ടുകളുണ്ട്, ടോപ്പിക് വൈസ് നോട്ടുകളുണ്ട്. ഓക്കെ, അപ്പൊ അത് മതിയാവും. ഒരു ഒതന്റിക് ബുക്ക് തന്നെ ആയിരിക്കും. ഒതന്റിക് ബുക്ക് അവർ റെഫർ ചെയ്തുകൊണ്ടും അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുക, അവർ ബുക്ക് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് പറഞ്ഞത്. ഇതില് നമുക്ക് ഓപ്ഷൻ നോക്കുന്ന സമയത്ത് പല രീതിയിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. രണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ എലിമിനേഷൻ മെത്തേഡ് ആണ്. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഈ 7 വരാനുള്ള കാരണം എന്താ? ടോട്ടൽ ഇതാണല്ലേ, വേർഡ്സ് ലെറ്റേഴ്സ് ആണ്. നോക്കുമ്പോൾ ടോട്ടൽ 7 ആണല്ലോ. അപ്പൊ ഓപ്ഷൻ എയും വരില്ല, ഓപ്ഷൻ സിയും വരില്ല. പിന്നെ ആകെ വരാനുള്ള സാധ്യത ബിയും ഡിയും ആണ്, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ. ഇപ്പൊ എന്താ ഇവിടെ വന്നത്? എയർലൈൻ എന്ത് ചെയ്തു? ജസ്റ്റ് ഒന്ന് മിറർ ആക്കി മാറ്റി അല്ലേ? എയർലൈന് മിറർ ആക്കിയതാണ്. അപ്പൊ റെയിൽവേനെ മിറർ ആക്കിയത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത്. ഇത് ഒരു വർഷം ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതേപോലെ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയേ. ഇഫ് ഇൻ എ കോഡ് ലാംഗ്വേജ് ഡിസ്റ്റൻസ് ഈസ് റിട്ടേൺ ആസ്. സർ, UG BCom, PG MBA ഫിനാൻസ് BEd കമ്പൽസറി ഓർ നോട്ട്? BCom എന്ന് പറയുമ്പോൾ നിങ്ങൾ MBA ആണല്ലേ, അപ്പൊ നിങ്ങൾക്ക് കൊമേഴ്സ് ആയിട്ട് ബന്ധപ്പെട്ട. അപ്പൊ നിങ്ങൾക്ക് കൊമേഴ്സ് സെറ്റ് ചെയ്താൽ BEd വേണ്ട. പക്ഷേ നിങ്ങൾക്ക് ഹയർ സെക്കൻഡറി പഠിപ്പിക്കണമെങ്കിൽ BEd വേണം. സെറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് വേണ്ട? ഇപ്പോൾ കൊമേഴ്സ് ആണെങ്കിലും സൈക്കോളജി ഒക്കെ ആണെങ്കിലും സെറ്റ് ചെയ്താൽ നിങ്ങൾക്ക് BEd ആവശ്യമില്ല. പക്ഷെ ഹയർ സെക്കൻഡറി പഠിപ്പിക്കണമെങ്കിൽ നിങ്ങൾക്ക് BEd ആവശ്യമാണ്. ഓപ്ഷൻ ഡി. യെസ്, സെറ്റ് എക്സാം എഴുതാൻ പറ്റും. കാരണം സെറ്റ് എക്സാമിന്റെ എന്താ പറയാ, നെഗ്ലക്ട് ചെയ്ത കുറച്ച് സബ്ജക്റ്റിൽ പെട്ട ഒരു സബ്ജക്റ്റ് ആണ് കൊമേഴ്സ്. കൊമേഴ്സ്, സൈക്കോളജി, പിന്നെ ജേർണലിസം, പിന്നെ അതേപോലെ തന്നെ ഇതാണ്, അങ്ങനെ കുറച്ച് സബ്ജക്റ്റുകളുണ്ട്. അപ്പൊ അതിൽ പെട്ടതാണ് കൊമേഴ്സ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സെറ്റ് എക്സാം എഴുതാൻ പറ്റും. സെറ്റ് എക്സാം എഴുതാനുള്ള പ്രശ്നമൊന്നുമില്ല. പക്ഷെ സബ്ജക്റ്റ് മാനേജ്മെന്റ് ആവുമല്ലോ. മാനേജ്മെന്റ് അതൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പറയാം കേട്ടോ. ജസ്റ്റ് ഒന്ന് വാട്സപ്പിൽ ഒന്ന് കോൺടാക്ട് ചെയ്യണേ, ഒന്ന് ക്ലിയർ ആക്കിയിട്ട് ഒന്ന് പറയാം. ഇത് MBA ആണ് കഴിഞ്ഞല്ലേ? MBA കഴിഞ്ഞു, ഡിഗ്രി BCom ആണ് അല്ലേ? ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പറയാം കേട്ടോ. അതിന്റെ ചെറിയൊരു ക്ലാരിഫിക്കേഷൻ വരുത്തിയിട്ട് പറയാം. ഇതിന്റെ ഓപ്ഷൻ എന്താ പറഞ്ഞ? ഓപ്ഷൻ ഡി ആണ് അല്ലേ? കാരണം ഇഫ് ഇൻ എ കോഡ് ലാംഗ്വേജ് ഡിസ്റ്റൻസ് എന്ത് ചെയ്തു? ഫസ്റ്റ് രണ്ടെണ്ണം ഒന്ന് ഇന്റർചേഞ്ച് ചെയ്തു അല്ലേ? ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ID ആക്കി DI എന്നുള്ളതാക്കി. ഇവിടെ നമ്മൾ തേഴ്സ്ഡേ എന്നാണ് ചോദിച്ചത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? HT എന്നാക്കല്ലേ? HT എന്നായി. പിന്നെന്താ വന്നത്? പിന്നെ ലാസ്റ്റ് മൂന്നെണ്ണം എന്താ വന്നേ? നേരെ തിരിച്ചിട്ടു അല്ലേ? അതായത് ENT എന്നുള്ളത് TNE എന്നായി. ലാസ്റ്റ് എന്തായി? YAD എന്നായി. HT ലാസ്റ്റ് YAD എന്ന് വരുന്ന ഏതാണുള്ള ഇവിടെ? കുറെ ഓപ്ഷൻസ്, 2 ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ നോക്കേണ്ട കാര്യം എന്താ? പിന്നെ എന്താ? S മാറ്റി അടുത്ത ലെറ്റർ അല്ലേ? അടുത്ത ലെറ്റർ എന്ന് പറഞ്ഞാൽ T ആണ് വന്നത്. ഇവിടെ എന്താ ഉള്ളത്? U മാറ്റി V വരും, R മാറ്റി S വരും. ഓക്കെ, അപ്പൊ HTVS YAD ഏതാണ്? ഓപ്ഷൻ ഡി. യെസ്, കറക്റ്റ്. അപ്പൊ ഏറെക്കുറെ ആ ഒരു ലോജിക്കൽ റീസണിങ് ക്വസ്റ്റ്യൻസിന്റെ ഒരു സാധനം കിട്ടിയില്ലേ? ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. പിന്നെ വേറെ ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. അറേഞ്ച്മെന്റ് ക്വസ്റ്റ്യൻസും സീറ്റിംഗ് അറേഞ്ച്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? പിന്നീടുള്ള ക്ലാസ്സുകളിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. ജസ്റ്റ് ഇതൊക്കെ ഉണ്ട്, കറണ്ട് അഫയേഴ്സ് ഒക്കെ വരുന്നുണ്ട്. ഒക്കെ നമുക്ക് പിന്നീടുള്ള ക്ലാസ് ഡിസ്കസ് ചെയ്യാം. അപ്പം ജസ്റ്റ് നമ്മളെ ഒരു ഐഫറിന്റെ ഒരു കോഴ്സിനെ പറ്റി ഒന്ന് പറയാണ്. അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. കേരള സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റിന്റെ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. ഏതൊക്കെ സബ്ജക്റ്റുകളാണ് ചോദിച്ചാൽ പേപ്പർ 1ഉം അതേപോലെ തന്നെ ഇംഗ്ലീഷ്, മലയാളം, എക്കണോമിക്സ്, കൊമേഴ്സ്, ഇത്രയാണ് ഇപ്പൊ ഐഫറിൽ കോച്ചിങ് ആരംഭിച്ചിട്ടുള്ളത്. അത് നിങ്ങൾക്ക് പേപ്പർ 1ന്റെ കോച്ചിങ് മാത്രം എടുക്കണമെങ്കിൽ എടുക്കാം. ഇനി അതല്ല, നിങ്ങൾക്ക് ഇംഗ്ലീഷും പേപ്പർ 1ഉം വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ മലയാളം പേപ്പർ 1ഉം എടുക്കാം, എക്കണോമിക്സും പേപ്പർ 1ഉം എടുക്കാം, കൊമേഴ്സും പേപ്പർ 1ഉം എടുക്കാം. ഈ രീതി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ടോപ്പിക് നിങ്ങൾക്ക് എടുക്കാം. ചിലപ്പോൾ ഒരു പക്ഷേ ഇപ്പൊ നിങ്ങൾ ഫസ്റ്റ് ഇയർ ആണ്, അതേപോലെ നിങ്ങൾക്ക് ഇപ്പൊ എന്താ ഈ എക്സാം വരില്ലല്ലോ, അടുത്ത വർഷത്തേക്കുള്ള എക്സാം വരുന്നല്ലോ. അപ്പൊ നിങ്ങൾക്ക് ആ രീതിയിലുള്ള കോച്ചിങ് നിങ്ങൾക്ക് എടുക്കാം. ഒരു വർഷത്തേക്കുള്ള കോച്ചിങ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്ന എടുക്കാം. നിങ്ങൾ എന്ത് ചെയ്യുക? നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മനസ്സിലാവും. പിന്നെ ഇതിന്റെ ഒരു കുറച്ച് കാര്യങ്ങൾ നേരത്തെ അനിസാർ പറഞ്ഞ പോലെ തന്നെ ഐഫറിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ
നിങ്ങൾ പഠിക്കുന്നുണ്ട് നിങ്ങൾ അറിയില്ല എന്നുള്ളതാണ് മെയിനായിട്ട് ഒരു കാര്യം. നിങ്ങൾ പഠിക്കുന്നുണ്ട് നിങ്ങൾ അറിയില്ല. അതായത് നിങ്ങളൊരു ഹാർഡ് വർക്ക് അല്ലെങ്കിൽ ഇത്രയും ലെസൺ പ്ലാൻ എഴുതാനുണ്ട് അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, അതിന്റെ കൂടെ എങ്ങനെയാണ് ഇത് കൂടി പഠിക്കുക എന്നുള്ളത് അങ്ങനെ ഉണ്ടാവില്ല. നിങ്ങളുടെ ലെസൺ പ്ലാന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ സമയം മനസ്സിലാക്കിയിട്ടായിരിക്കും മെന്റേഴ്സ് നിങ്ങൾക്ക് ക്ലാസ് തരിക എന്നുള്ളതാണ്. ഒരു ഹാപ്പി ലേണിംഗ് എക്കോ സിസ്റ്റം ആയിരിക്കും ഐഫർ പ്രൊവൈഡ് ചെയ്യുന്നത്. സിലബസ് കവേർഡ് വീഡിയോ ലെസൺസ് ഉണ്ടായിരിക്കും, മോഡൽ എക്സാം ഉണ്ടായിരിക്കും. ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് മോഡൽ എക്സാം മോക്ക് ടെസ്റ്റ് നടത്തിയാൽ മാത്രം എക്സാം ഇങ്ങനെ അറ്റൻഡ് ചെയ്താലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആ 18% നിങ്ങൾക്ക് എത്താൻ പറ്റുള്ളൂ. പിന്നെ കോംപ്രഹെൻസീവ് സ്റ്റഡി മെറ്റീരിയൽ ഉണ്ടാവും, ലൈവ് ഇന്ററാക്റ്റീവ് സെഷൻസ് ഉണ്ടാവും, വീക്ക്ലി മോക്ക് ടെസ്റ്റ് ഉണ്ടാവും, മെന്റർ സപ്പോർട്ട്, ഇമോ സപ്പോർട്ട്. ഇമോ സപ്പോർട്ട് ആണ് അവരൊരു എന്താ പറയുക റിമോട്ടൊക്കെ എംബഡഡ് ലേണിംഗ് ആണ്. നെറ്റിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇന്ത്യസ് ഫസ്റ്റ് ഇമോട്ടക് എംബഡഡ് എന്ന് പറഞ്ഞാൽ ഐഫറിൻ്റെതാണ്. ആ ഒരു ഇമോട്ടക് എംബഡഡ് ലേണിംഗ് നിങ്ങൾക്ക് സെറ്റിൽ സാധ്യമാണെന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അഡ്മിഷന് വേണ്ടി ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതേപോലെ നിങ്ങൾ ഓൾറെഡി ഉള്ള ഗ്രൂപ്പിൽ നിങ്ങൾക്ക് എന്ത് വരുന്നുണ്ട്, അതിന്റെ കാര്യങ്ങൾ വരും. പിന്നെ നിങ്ങൾ ഏർലി ബേർഡ് ഓഫർ ഉണ്ട്. ഇപ്പം ഒരു എമൗണ്ട് ഉണ്ട്, ഒരു ഫിക്സഡ് എമൗണ്ട് ഉണ്ട്. പക്ഷെ നിങ്ങൾ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഏകദേശം 20% ഓഫർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ വാട്സപ്പ് ചോദിക്കും. ഇന്നത്തെ ഒരു സെഷനിൽ ഈ ഒരു സെറ്റ് നിങ്ങളൊന്നും നിങ്ങൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്ന സെറ്റിനെ പറ്റി ഒന്നും അറിഞ്ഞിട്ടില്ല, ബി.എഡ് സെക്കൻഡ് ഇയർ ആണെന്നൊക്കെ പറഞ്ഞു, ബി.എഡ് ഫസ്റ്റ് ഇയർ ആണെന്ന് പറഞ്ഞു, പക്ഷെ സെറ്റിനെ പറ്റി കൂടുതലൊന്നും അറിഞ്ഞിട്ടില്ല. ഈ ഒരു മണിക്കൂർ നിങ്ങൾ സ്പെൻഡ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായ മാറ്റങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് പറയാമോ? കുറച്ചും കൂടെ അതായത് എന്തായാലും ആ ഒരു 18% എത്താനുള്ള ചെറുതായിട്ട് ഒരു സ്പാർക്ക് അല്ലെ, ഞാൻ എപ്പോഴും പറയുന്ന ഒരു സാധനമാണ്, ഒരു സ്പാർക്കെങ്കിലും നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇനി ഒരുപാട് വെബിനാറും അതേപോലെ തന്നെ ക്ലാസ്സുകളൊക്കെ നമുക്ക് കണ്ടക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ അങ്ങനെ കണ്ടക്ട് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് ആണ് വേണ്ടത്. നിങ്ങൾക്ക് ഒരു ക്ലാസ് ഓക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു നല്ല ക്ലാസ് ആയിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ, അതായത് എന്തെങ്കിലും സ്പാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് അടുത്ത ക്ലാസ്സിനെ പറ്റി ആലോചിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നിങ്ങൾ ഒരു മണിക്കൂർ ഇങ്ങനെ വെറുതെ കളഞ്ഞോണ്ട് കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും സ്പാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ കമന്റ് ഒന്നും പറയുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നു. ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേ, എന്തെങ്കിലും ഒരു സ്പാർക്ക് കിട്ടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ വെറുതെ നിങ്ങളെ സമയം കളഞ്ഞു ഒരു മണിക്കൂർ. Knowing nothing about set exam, now I have a clear cut idea. Thank you, sir. Okay. അതായത് ഒന്നും അറിയാതെ വന്നു, ഇപ്പൊ കുറച്ചുകൂടെ എന്ത് ചെയ്തു, കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് അത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. കാരണം ഈ ഒരു മണിക്കൂറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ടോട്ടൽ സെറ്റ് ഇങ്ങനെയാണ്, നിങ്ങൾ ഈ ഒരു ഒറ്റ മണിക്കൂർ സ്പെൻഡ് ചെയ്താൽ മതി നിങ്ങൾക്ക് സെറ്റ് വാങ്ങിത്തരാമെന്നൊന്നും ഞാൻ വാഗ്ദാനം ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് സെറ്റ് ജസ്റ്റ് എങ്ങനെ ഫോക്കസ് ചെയ്യണം, എന്ത് പഠിക്കണം, എവിടെ തുടങ്ങണം എന്നുള്ള ചെറിയൊരു സ്പാർക്ക് മാത്രമേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. അത് നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആയി എന്നുള്ളതിൽ സന്തോഷം, മോട്ടിവേറ്റഡ് ആയി എന്നുള്ള സന്തോഷം. ഓക്കെ, ഈ ഒരു സ്പാർക്ക് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ഐഫർ ലേണിംഗിന്റെ ഒരു ഉദ്ദേശം. കാരണം നമുക്കറിയാം സെറ്റ് ഇപ്പൊ ഞാൻ വിളിച്ചിട്ടുണ്ട്, അപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. ഇപ്പൊ തേർഡ് സെമസ്റ്റർ ആയവരുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, സെറ്റ് എക്സാമിന് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ എല്ലാ ഡീറ്റെയിൽസും കറക്റ്റ് അല്ലേ നോക്കുക, ഇല്ലെങ്കിൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും പിന്നീട്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ പുറത്തുനിന്നാണ് PG കഴിഞ്ഞതെങ്കിൽ അതിന്റെ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ഒക്കെ നിങ്ങൾ വാങ്ങി വെച്ചേക്കുക. ഇക്വലൻസി സർട്ടിഫിക്കറ്റ് കിട്ടാൻ നിങ്ങളുടെ അവിടെ പഠിച്ചതിന് എന്തെങ്കിലും രേഖകൾ വേണ്ടി വരും. കാരണം ഇതൊക്കെ പറയുന്നത് ഇതൊക്കെ ഞാൻ ഓൾറെഡി കുറെ ആൾ കണ്ടോണ്ടാണ് കേട്ടോ. കാരണം അവർ ആ പഠിച്ച് അങ്ങനെ തന്നെ ഇറങ്ങി പോകും, TC ഒന്നും വാങ്ങിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ TCന്റെ ഫോട്ടോ കോപ്പി ഒന്നും എടുത്തിട്ടുണ്ടാവില്ല, അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് കിട്ടാൻ പ്രയാസമുണ്ട്. അപ്പോൾ പുറത്തുനിന്നാണ് PG കഴിഞ്ഞത്, കേരളത്തിന്റെ പുറത്താണ് നിങ്ങൾ PG കഴിഞ്ഞതെങ്കിൽ നിങ്ങൾ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് വാങ്ങി വെക്കണം, എന്നാലേ സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ നോൺ ക്രീമി ലെയർ ആണെങ്കിൽ, OBC നോൺ ക്രീമി ലെയർ ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു വർഷത്തിനുള്ളിലുള്ള സർട്ടിഫിക്കറ്റ് തന്നെ വേണം. അതായത് 2025 നവംബറിന്റെ ഉള്ളിലും അതുപോലെ തന്നെ 2024 നവംബർ, അതായത് 24 നവംബർ മുതൽ 2025 നവംബർ വരെയുള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. ഇല്ലെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങൾ എന്ത് അപ്ലൈ ചെയ്യുക, ഒരു ദിവസം കൊണ്ട് തന്നെ സർട്ടിഫിക്കറ്റ് കിട്ടും, എന്നിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാം. നിങ്ങൾ OBC ആണ്, സർട്ടിഫിക്കറ്റ് വാങ്ങാനുള്ള മടി കാരണം നിങ്ങൾ പോവാതെ നിങ്ങൾ എക്സാം എഴുതി നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾ ജനറൽ വെച്ചിട്ടൊക്കെ എഴുതിയിട്ടുണ്ടാവും, പക്ഷെ നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ കാറ്റഗറി OBC ആണ്, പക്ഷെ നിങ്ങൾക്ക് 108ന്റെ മേലെ മാർക്ക് കിട്ടിയിട്ടുണ്ടാവും, 116 കിട്ടിയിട്ടില്ല. അതായത് OBCയിലെ കട്ട് ഓഫ് നിങ്ങൾ കയറിയിട്ടുണ്ട്, പക്ഷെ ജനറൽ കട്ട് ഓഫ് കയറിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ആ നോൺ ക്രീമിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പാസ്സായി, ഇല്ലെങ്കിൽ എന്തായി, പാസ്സാവില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ റിസർവേഷൻ ഒക്കെ എന്ത് ചെയ്യുക, ഈ സമയത്തൊക്കെ നമുക്ക് ഉപയോഗിക്കാമല്ലോ.
നിങ്ങൾക്ക് റിസർവേഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതിന്റെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കൊണ്ടുപോകാന്നുള്ളതാണ്. വെരി യൂസ്ഫുൾ, ഗോട്ട് ആൻ ഐഡിയ അബൌട്ട് ഹൗ പ്ലാൻ എ ടൈം ടേബിൾ, റിയലി ഗോട്ട് മോട്ടിവേറ്റഡ്. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നല്ല ടൈം ടേബിൾ നിങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആ ടൈം ടേബിൾ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഐഫർ നിങ്ങളുടെ കൂടെ ഉണ്ട്. ഓക്കെ. അപ്പൊ ഐഫർ നിങ്ങൾ കൂടെ ഉണ്ട്, ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. വാട്സപ്പിൽ നിങ്ങൾക്ക് ചോദിക്കാം, അവർ നിങ്ങൾ എന്തായാലും കോൺടാക്ട് ചെയ്യും. പിന്നെ ഇപ്പൊ നിലവിൽ പേപ്പർ 1ന്റെയും ഇംഗ്ലീഷ്, മലയാളം, എക്കണോമിക്സ്, കൊമേഴ്സ് ആണ്. ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ പേപ്പർ 2 നിങ്ങൾ ഓക്കെ ആയിരിക്കാം, നിങ്ങളെ സബ്ജക്ട് ചിലപ്പോൾ ഒരു പക്ഷേ ഓക്കെ ആയിരിക്കാം. പേപ്പർ 1 ഞാൻ ഇപ്പം പറഞ്ഞ കുറേ സിലബസ് ടോപ്പിക്കുകൾ ഉണ്ടല്ലോ, ആ ടോപ്പിക്ക് ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവും. അങ്ങനെയാണ് നിങ്ങൾക്ക് ആ പേപ്പർ 1ന്റെ മാത്രം കോഴ്സ് നിങ്ങൾക്ക് എടുക്കാം. അങ്ങനെ കുറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നിങ്ങൾ എന്താ പറയാ, ചിന്തിച്ച് തീരുമാനം എടുക്കാനുള്ള അവസരമുണ്ട്, നോക്കുക. ഓക്കെ. അപ്പോൾ ഒന്ന് വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. വേറെ ആർക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഞാൻ OBC കൊടുത്തില്ല പ്രീവിയസ് സെറ്റിന്, ജനറൽ കട്ട് ഓഫ് കയറിയതുമില്ല, അങ്ങനെ സെറ്റ് മിസ്സായി. യെസ്, ഇതാ ഞാൻ പറഞ്ഞത്. നിങ്ങൾ OBC ആണ്, നിങ്ങളൊരു റിസർവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ട് നിങ്ങൾ ആ റിസർവേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ.